يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أمانيا من شر الحياة ومن شر الممات ومن إحراق جثماني. സമാദരണീയനായ ശൈഖുന ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാർ, വിശിഷ്ടാതിഥികൾ, നേതാക്കൾ, സ്നേഹ സമ്പന്നരായ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ കൂടുതൽ ശ്രദ്ധേയമായ സൂറത്തു യാസീൻ എന്ന മഹത്തായ അധ്യായം, അതിൻ്റെ ചർച്ചകളിലായി നാം ഒരുമിച്ച് കൂടുന്ന ഈ നല്ല സന്ദർഭങ്ങൾ ഇരുലോകത്തും ഉപകാരപ്രദമായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അനുഭവിക്കാനും അതെല്ലാം അനുവർത്തിച്ച് ജീവിക്കാനും നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ വലിയ കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇരു ലോകത്തും ഖുർആൻ കൊണ്ട് വിജയം നേടി പാരത്രിക ലോകത്ത് ഖുർആനിന്റെ അനുകൂലമായ സാക്ഷിത്വം ലഭിച്ച് വിജയം വരിക്കുന്നവരിൽ നമ്മെയും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, സുഹൃത്തുക്കൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, ദുആ കൊണ്ടറിയിച്ച സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി സൂറത്തു യാസീൻ ഓതിക്കേൾപ്പിക്കുന്നത് മലക്കുകളെയാണ്. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വ യാസീൻ, ത്വാഹ സൂറത്തും യാസീൻ സൂറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിക്കേൾപ്പിച്ചു. അവന്റെ കലാമം കേൾക്കാനും ഉൾക്കൊള്ളാനും വലിയ കഴിവുള്ളവരാണ് മലക്കുകൾ. ഖബല ഖൽഖി ആദമ ബിഅൽഫി ആം, ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഈ 2 സൂറത്തുകൾ കേട്ട ഉടനെ തന്നെ മലക്കുകൾ സന്തോഷത്തോടെ പറഞ്ഞു, തുബാ ലിഉമ്മത്തിൻ യൻസിലു അലൈഹിം ഹാദാ. സൂറത്തു യാസീൻ അവതരിക്കപ്പെടുന്ന, അള്ളാഹു ഇറക്കിക്കൊടുക്കുന്ന സമൂഹം ഏതാണോ ആ സമൂഹത്തിന് വലിയ സന്തോഷം.
വതൂബാ ലിഅൽസുനിൻ തതകല്ലമു ബിഹാദാ. സൂറത്തു യാസീൻ എന്നും നാവുകളിലൂടെ ചലിപ്പിക്കുന്ന ഒരു വിഭാഗത്തിന് വലിയ സന്തോഷം. വതൂബാ ലിഅജ്വാബിൻ തതഹമ്മലു ഹാദാ. സൂറത്ത് യാസീൻ ഹൃദിസ്ഥമാക്കിക്കൊണ്ട് നടക്കുന്ന, കാണാതെ പഠിച്ചു നടക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷം എന്ന് ആ സൂറത്ത് യാസീനിന്റെ വചനങ്ങൾ കേട്ട് വളരെ സന്തോഷത്തോടുകൂടെ നമ്മെ എല്ലാവരെയും പടക്കുന്നതിന്റെ മുമ്പ് മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ നമുക്ക് സന്തോഷം നേരുകയാണ്. സൂറത്തു യാസീൻ കേൾക്കുന്നവർക്കും അത് ഓതുന്നവർക്കും അത് മനഃപ്പാഠമാക്കുന്നവർക്കും ആദ്യമായി പറഞ്ഞ ഈ ഉമ്മത്തിന് മൊത്തത്തിൽ, നമ്മുടെ ഉമ്മത്തിനാണ് സൂറത്തു യാസീൻ അവതരിച്ചു കിട്ടിയത്. അത് നമുക്ക് അല്ലാഹു നൽകിയ വലിയ ഒരു നിഅ്മത്താണ്, സന്തോഷമാണ്. അതാണ് അവർ ആദ്യം തന്നെ ആശംസിച്ചത്. ആ സൂറത്തു യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാരായണം ചെയ്ത് പുണ്യം നേടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തിരുമാറാകട്ടെ. ഞാനതിന്റെ വ്യാഖ്യാനതലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലായി ഇടവിട്ട് സൂറത്തു യാസീനിന്റെ മാഹാത്മ്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കും. ചില ആയത്തുകൾ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. സൂറത്തു യാസീൻ അതിലെ ചില പ്രത്യേക വചനങ്ങൾക്ക്, പ്രത്യേക കാര്യങ്ങൾക്ക് വലിയ സഫലീകരണം കിട്ടുന്ന ചില വചനങ്ങളുണ്ട്. ഖുർആൻ മുഫസ്സിറുകൾ അതിന്റെ വിശദീകരണങ്ങൾ ധാരാളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതടക്കം വിശദീകരണങ്ങളും വിഷയങ്ങളും ശരിക്കൊന്ന് കേട്ട് യാസീൻ സൂറത്ത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഖുർആനിന്റെ അർത്ഥതലങ്ങൾ മേളിക്കുന്ന രൂപത്തിൽ സൂറത്തു യാസീൻ അത് ഓതുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ചെറിയൊരു രൂപത്തിലെങ്കിലും, പൂർണ്ണമായിട്ടില്ലെങ്കിലും ചെറിയൊരു രൂപത്തിലെങ്കിലും കിട്ടാവുന്ന രീതിയിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വലിയ നേട്ടമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പഠിപ്പിക്കുന്നത് ഖുർആനിലെ ചില സൂറത്തുകളെ പോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ. യാസീൻ സൂറത്തിലെ 1-ാമത്തെ ആയത്താണ് യാസീൻ. അതിന് ധാരാളം അർത്ഥങ്ങൾ മഹാന്മാർ നൽകിയിട്ടുണ്ട്. അത് അല്പം വിശദീകരിച്ച ശേഷം നമ്മൾ കേൾക്കാത്തതും കേട്ടതുമായ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ യാസീൻ പോലത്തെ തലക്കെട്ടുകളെ, അലിഫ് ലാം മീം ഹാമീം ഖാഫ് സ്വാദ് പോലത്തെ തലക്കെട്ടുകളെ എന്തിനാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ കൊണ്ടുവന്നത്? പൂർണ്ണമായി ജനങ്ങൾക്കൊക്കെ തിരിയുന്ന അർത്ഥങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടില്ലെങ്കിലും ചിലതിനൊന്നും വ്യാഖ്യാനങ്ങൾ ചില പണ്ഡിതന്മാർ തീരെ വിശദീകരിക്കാതെ പോയിട്ടുണ്ടെങ്കിലും എന്ത് തത്വത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല തലവാചകങ്ങളായ ചില സൂറത്തുകളിൽ മാത്രം ഇത് കൊണ്ടുവന്നത് എന്നതിന് വലിയ ഒരു വിശദീകരണം മഹാനവറുകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പം നമുക്കതിൽ നിന്ന് ചർച്ച ചെയ്ത് പഠിക്കണം. മഹാന്മാര് പറയുന്നു യാസീൻ എന്നത് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മാണ്. അങ്ങനെ പറഞ്ഞ മഹാന്മാരും ഉണ്ട്. ഖുർആനിലെ മറ്റു ചില തലക്കെട്ടുകളെ പറ്റിയും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിനെ പറ്റിയും ഹമീം ഐൻ സീൻ ഖാഫ് എന്നതിനെ പറ്റിയും മഹാന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്ന് ചിലതാണ്. അള്ളാഹു ഇവിടെ അത് ഉപയോഗിച്ചത് സത്യം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞു അല്ല, മൊത്തത്തിൽ ഖുർആനിൽ ഇത് പറഞ്ഞത് മലക്കുകളെ ഇസ്മുകളായിട്ടാണ്. മലക്കുകളിലും ചില മലക്കുകളെ നാമങ്ങൾ അർത്ഥം തിരിയാത്ത, പെട്ടെന്നർത്ഥം മനസ്സിലാകാത്ത നാമങ്ങളുണ്ട്. അപ്പൊ ആ മലക്കുകളെ നാമങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു യാസീൻ എന്നതിലെ യാ വിളിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന, അറബിയിലൊക്കെ യാ അബ്ദല്ലാഹ് എന്ന് വിളിക്കുന്ന നിദാഇന്റെ അക്ഷരമാണ്.
സീൻ എന്നത് ഉനൈസീൻ. ഉനൈസീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ എന്ന് വിളിക്കുന്നൊരു പ്രയോഗമാണ്. അതിന്റെ തലവാചകം കട്ട് ചെയ്ത് സീൻ എന്ന് ഉപയോഗം അധികരിച്ചതുകൊണ്ട് മനുഷ്യനെ വിളിക്കുകയാണ്. അങ്ങനെയാകുമ്പോ യാസീൻ മനുഷ്യ, മൊത്തത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാഹു വിളിക്കുന്നത് എന്ന് പറയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ പ്രകാരം വലിയ മഹാനായ മുഹമ്മദ് ബിനുൽ ഹനഫിയ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന തഫ്സീർ യാസീൻ എന്നതിന് മഹാൻ പറയുന്നത് യാ മുഹമ്മദു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നാമമാണ് യാസീൻ. ഹദീസിലുണ്ട് അല്ലാഹു തആല എനിക്ക് 7 പേര് വെച്ചിട്ടുണ്ട്. 7 പേര് അല്ലാഹു ഖുർആനിലൂടെ എന്നെ പറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ സമ്മാനി ബി സബഅത്തി അസ്മാഇൻ, 7 പേരുകൾ അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് മുഹമ്മദ് എന്നതാണ്, രണ്ടാമത്തത് അഹ്മദ് എന്നതാണ്, മൂന്നാമത്തത് ത്വാഹ എന്നതാണ്, നാലാമത്തത് യാസീൻ എന്നതാണ്, അഞ്ചാമത്തത് മുസമ്മിൽ എന്നതാണ്, ആറാമത്തത് മുദ്ദസിർ എന്നതാണ്, ഏഴാമത്തത് അബ്ദുല്ലാഹി എന്നതാണ്. അപ്പൊ 7 നാമങ്ങൾ അള്ളാഹു എന്നെ പ്രത്യേകം പരിചയപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തിയ നാമങ്ങളാണ്. അതിലൊന്നാണ് യാസീൻ. അപ്പൊ യാസീൻ, ഓ നബിയേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ യാസീൻ യാ സയ്യിദൽ ബശർ, മനുഷ്യ നേതാവായ നബിയേ. യാസീൻ എന്നതിന് മഹാനവറുകൾ കൊടുക്കുന്ന തഫ്സീറാണ്. വേറെയും ചില പണ്ഡിതന്മാർ ഇതേ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിമുഖമായി സംവദിക്കുകയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ യാസീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യാ സയ്യിദൂ, ഓ നേതാവായ നബിയേ. അഖില ലോകത്തിനും ഒരു നേതാവേ ഉള്ളൂ. നേതാവ് എന്ന അർത്ഥത്തിൽ കാണാനും വീക്ഷിക്കാനും പറയാനും പറ്റുന്നൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് ചില മഹാന്മാര് പറഞ്ഞു, അത് വെറുതെ പറഞ്ഞതല്ല. ശേഷം അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത് നബി തങ്ങളെ വിളിച്ചിട്ടാണ്. വൽ ഖുർആനിൽ ഹകീം എന്ന് സത്യം ചെയ്തിട്ട് പിന്നെ പറയുന്നത് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം തുടങ്ങിയ വചനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അല്ലാഹു നേരിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് യാസീൻ എന്നതിന്റെ താല്പര്യം, ഓ നേതാവായ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മഹാരഥന്മാര് വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന ചർച്ച, റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുകളുടെ ആരംഭങ്ങളിൽ ഇങ്ങനെ പ്രത്യേകമായി വിവരങ്ങളൊന്നും തിട്ടമായി രേഖപ്പെടുത്താത്ത, ഒരു അർത്ഥം മാത്രം അതിനുള്ളൂ എന്ന് തിട്ടപ്പെടുത്തി പറയാത്ത, അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ചില വചനങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വലിയ ഒരു ഹിക്മത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹിക്മത്തില്ലാതെ റബ്ബ് അവന്റെ കലാമിൽ വെറുതെ ഒരു വചനം കൊണ്ടുവരില്ല. യാസീൻ എന്നത് വെറുതെ കൊണ്ടുവന്നതാണെന്ന് പറയാൻ പറ്റില്ല. ചില പണ്ഡിതന്മാര് പറഞ്ഞു യാസീൻ എന്നതൊരു ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രസംഗകന്മാര് ശ്രദ്ധ ക്ഷണിക്കും പോലെ, അതേ അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ആളുകളെ ഒന്നുകൂടി ഉണർത്തും പോലെ അള്ളാഹു ഒന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ചില സൂറത്തുകളുടെ ആരംഭങ്ങളിൽ പ്രത്യേക ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ ഇതുപോലെയുള്ള വിഷയങ്ങൾ അലിഫ് ലാം മീം എന്നും ഹാമീം എന്നും അലിഫ് ലാം റാ എന്നുമൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ചില പണ്ഡിതന്മാർ അതിനെ സംശയിച്ചുകൊണ്ട് ചോദിച്ചു, ഇതാദ്യം അല്ലാഹു തആല പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണല്ലോ, തങ്ങളെ ശ്രദ്ധ പിന്നൊന്ന് ഉണർത്തേണ്ടതുണ്ടോ? അതിന് പണ്ഡിതന്മാര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശുഗലിലും കഴിയുന്ന ഒരു വലിയ മഹാനാണ്. ഒരു വിഷയം മാത്രമല്ലല്ലോ അള്ളാഹുവിന്റെ ഹബീബിനുള്ളത്. അപ്പോ ആ ഉണർന്ന മനസ്സിനെ ഒന്നുകൂടി അള്ളാഹു തആല ശ്രദ്ധ ക്ഷണിപ്പിച്ചതാണ്. അതിന് തകരാറൊന്നുമില്ല. ശ്രദ്ധ ക്ഷണിച്ചു എന്നതുകൊണ്ട് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രദ്ധരായിരുന്നു, ഈ വിഷയത്തിൽ ശ്രദ്ധ കുറഞ്ഞ ആളായിരുന്നു എന്ന് പറയാവതല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം സദാ സമയത്തും അവിടുത്തെ ഉണർച്ചയാണ്. ഉറങ്ങുന്ന സമയത്ത് വരെ ഇന്നൽ ഐന നാഇമതുൻ വൽ ഖൽബു യഖ്ലാൻ, കണ്ണേ ഉറങ്ങുന്നുള്ളൂ, ഖൽബ് ഉറങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങിയാൽ കട്ടിലും പായയും വിരിപ്പും അടക്കം ഉറങ്ങും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ കണ്ണുറങ്ങുന്നു, ഖൽബുറങ്ങുന്നില്ല. ഉറക്കത്തിലാണ് വഹി വരുന്നത് എങ്കിലും ഉണർവിൽ സ്വീകരിക്കും പോലെ സ്വീകരിക്കാനുള്ള കഴിവ് അള്ളാഹു അവിടത്തേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അശ്രദ്ധയുടെ അവസ്ഥയിൽ നിന്ന് ശ്രദ്ധ ക്ഷണിച്ചതാണ് എന്ന് പറയാൻ പാടില്ല എന്ന് ഖുർആൻ പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുണ്ടെങ്കിലും റാസി ഇമാം റളിയല്ലാഹു അൻഹു ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു, അറബി ഭാഷയിൽ 28 അക്ഷരങ്ങൾ. അല്ലാഹു തആല ഒരുക്കി വെച്ച ഒരു വലിയ രഹസ്യം നോക്ക് നിങ്ങൾ. അറബി ഭാഷയിൽ മൊത്തത്തിൽ 28 അക്ഷരം. ആ 28 അക്ഷരങ്ങളിൽ നിന്ന് പകുതി മാത്രമാണ് ഇങ്ങനെ തുടക്കവാചകങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉപയോഗപ്പെടുത്തിയത്. 28 ഇല്ല. അലിഫ് ലാം മീം ഹാമീം യാസീൻ അങ്ങനെയൊക്കെ ചേർത്ത് വായിച്ചാലും 28 അക്ഷരം മൊത്തം എണ്ണിയിട്ടില്ല, 14 മാത്രം. അത് തന്നെ ആദ്യത്തെ 9 അക്ഷരം എടുക്കുകയാണെങ്കിൽ അലിഫ് മുതൽ ദാല് വരെയുള്ള അക്ഷരത്തിൽ നിന്ന് അല്ലാഹു തആല 2 പറഞ്ഞു, ബാക്കി 7 ഒഴിവാക്കി. അവസാനത്തിൽ നിന്നും അങ്ങനെ ഒരു 7 എടുക്കുകയാണെങ്കിൽ 9 എടുക്കുകയാണെങ്കിൽ ആ 9 7 പറഞ്ഞു, 2 ഉപേക്ഷിച്ചു. നടുവിലെ 10 അപ്പൊ മൊത്തം 28ആയി. ആ 10 നിന്ന് ഒന്നിനെ പറഞ്ഞു, ഒന്നിനെ പറഞ്ഞില്ല, അടുത്തത് പറഞ്ഞു, അടുത്തത് പറഞ്ഞില്ല. ഇങ്ങനെയാണ് അള്ളാഹു കൂർത്തിരിക്കുന്നത്. അപ്പൊ അറബി ഭാഷയിലെ അക്ഷരങ്ങൾ ഇങ്ങനെ എണ്ണി അലിഫ് ബാ താ താ ജീം ഹ ഇങ്ങനെ ഓർഡറിൽ എണ്ണി നോക്കുമ്പോ ഈ കൊണ്ടുവന്നതിൽ തന്നെ വലിയ ഒരു സൗന്ദര്യം അറബി അക്ഷരങ്ങളെ കൂട്ടി നോക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞു ചുരുക്കാനും പറ്റൂല. അല്ലാഹു തആല വെറുതെ എങ്ങനെ കൊടുത്തതാണെന്ന് പറയാൻ പറ്റൂല. അതൊരു പ്രത്യേക ലക്ഷ്യം അതിന്റെ പിന്നിലുണ്ട്. ഇന്നതാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് തിട്ടപ്പെടുത്തി പറയാൻ പറ്റൂലെങ്കിലും ഒരു പ്രത്യേകമായ ഓർവയിലാണല്ലോ ഇതിനെ അള്ളാഹു തആല തർത്തീബാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു തത്വം മനുഷ്യരെ പഠിപ്പിക്കാൻ, ഖുർആൻ പഠനം നടത്തുന്ന എല്ലാവരെയും പഠിപ്പിക്കാൻ അള്ളാഹു ഈ കഷ്ണം കഷ്ണമാക്കി വെച്ച ഈ കലിമത്തുകളിൽ അള്ളാഹു തആല ഇട്ടുകൊടുത്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ നോക്ക്. ചില സൂറത്തിന് അള്ളാഹു തുടങ്ങിയത് ഒറ്റ അക്ഷരം കൊണ്ട്, ഖാഫ് നൂൻ സ്വാദ്. ചിലത് തുടങ്ങിയത് 2 അക്ഷരം കൊണ്ട്, ചിലത് തുടങ്ങിയത് 3 അക്ഷരം കൊണ്ട്, ചിലത് തുടങ്ങിയത് 4 അക്ഷരം കൊണ്ട്, ഏറ്റവും ലാസ്റ്റ് 5 അക്ഷരം, അതിനപ്പുറല്ല. അവസാനം പോയാൽ 5 അക്ഷരം. അതാണ് കാഫ് ഹായ ഐൻ സ്വാദ് ഹമീം ഐൻ സീൻ ഖാഫ്. 5 അക്ഷരങ്ങൾ. ഈ 5 അക്ഷരങ്ങളാണ് ഉള്ളത്, ഇനി അപ്പുറത്തേക്കില്ലല്ലോ. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറബി ഭാഷയിൽ മൊത്തത്തിൽ കുട്ടികളൊക്കെ പഠിക്കാറുണ്ട്. നഹ്വ് ഓതുന്നവരൊക്കെ ആദ്യമായി പഠിക്കും കലിമത്ത് 3 വിധമാണ്: ഹർഫ്, ഇസ്മ്, ഫിഅ്ൽ. അതിൽ ഇസ്മിലാണല്ലോ കൂടുതൽ പദങ്ങൾ, കൂടുതൽ അക്ഷരങ്ങളിൽ ഉപയോഗിക്കുന്നത്. അത് ഏറിപ്പോയാൽ 5 ഉണ്ടാകും. 3, 4, 5 അക്ഷരങ്ങളുള്ള വാചകങ്ങൾ ഇസ്മിൽ ധാരാളമാണ്. 5 കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും വരുന്ന അറബീകരിച്ച വാചകങ്ങൾ ഒരു 6 മറ്റോ കിട്ടുന്നല്ലാതെ അറബി ഭാഷയിലില്ല. അപ്പൊ അറബി ഭാഷ അനുസരിച്ച് ഹർഫ് തുടങ്ങുന്നത് തന്നെ 1ലാണ്.
രണ്ട് അക്ഷരങ്ങളുള്ള ഹർഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേക അർത്ഥങ്ങളില്ലാത്ത 2 അക്ഷരങ്ങളുള്ള ഹർഫുമുണ്ട്. ഫീലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3, 4, 5 ഇങ്ങനെ പോകുന്നു ഫീലിന്റെ ഘടകയിൽ. ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വിശുദ്ധ ഖുർആനിൽ അറബി ഭാഷയുടെ ഘടന അനുസരിച്ച് അല്ലാഹു തആല ഇങ്ങനെ കോർത്തിണക്കി വെച്ചതിൽ വലിയ രഹസ്യമുണ്ട്. അതിന്റെ പൂർണ്ണമായ രഹസ്യം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അപ്പൊ ചില ആശയങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, ചിലത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ നോക്കി, ഇവിടെ യാസീന് മഹാന്മാർ കൊടുക്കുന്ന തഫ്സീറിൽ 4-5 തഫ്സീറുകൾ നമ്മൾ ഇവിടെ വായിച്ചു. അതിൽ മനുഷ്യനെ അഭിസംബോധന ചെയ്യുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദേ, നേതാവേ എന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അല്ല, ഇത് അള്ളാഹുവിന്റെ ഇസ്മാണെന്നും ഈ സൂറത്തിന്റെ പേര് പഠിപ്പിക്കാൻ തുടക്കത്തിൽ കൊടുത്തതാണ് എന്നും ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യന്റെ ആരാധനകൾ വിവിധ രൂപത്തിലാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള വചനങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അർത്ഥം തിരിയുന്നതും അർത്ഥം തിരിയാത്തതും ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസത്തിൽ. കാര്യങ്ങളെ പെട്ടെന്ന് പിടികിട്ടുന്നതും പിടികിട്ടാത്തതും ഉണ്ട്. മനുഷ്യന്റെ ഇബാദത്തുകൾ ഖൽബിയായ ഇബാദത്തുണ്ട്, ലിസാനിയായ നാവ് കൊണ്ടുള്ള ഇബാദത്തുണ്ട്, മറ്റു അവയവങ്ങളെ കൊണ്ടുള്ള ഇബാദത്തുമുണ്ട്. പക്ഷേ ഏത് വിഷയം എടുത്തു നോക്കിയാലും അതിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലായത്, യാഥാർത്ഥ്യം മനസ്സിലായതുമുണ്ട്, മനസ്സിലാകാത്തതും ഉണ്ട്. നിങ്ങൾ നോക്കി, വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് നാളെ ആഖിറത്തിൽ വെച്ച് കാണാൻ പോകുന്ന സിറാത്ത്. ആ സിറാത്തിലൂടെയാണ് എല്ലാ ആളുകളും വിട്ടുകിടക്കാനുള്ളത്. സിറാത്ത് വഴിയല്ലാതെ വേറൊരു വഴിയില്ല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളെല്ലാവരും പോകുന്ന വഴി ഒന്നാണ്, അത് സിറാത്തിലൂടെയാണ്. ജഹന്നമിന്റെ മുകളിൽ ഒരു പാലമായി അള്ളാഹു വെച്ചിരിക്കുന്ന സിറാത്ത്. അതിന്റെ വിശദീകരണം പല വാതുകളിലും നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിന്റെ വിശദീകരണം? ഒരു മുടിയേക്കാൾ കട്ടി കുറഞ്ഞതാണ്, നമുക്ക് തള്ളാൻ പറ്റൂല, സ്വഹീഹായ ഹദീസിലുള്ളതാണ്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇത് രണ്ടും ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കണം. കാരണം അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അർത്ഥം പെട്ടെന്ന് നമുക്ക് തിരിയുന്നില്ല. അതിന്റെ മുകളിൽ മുഅ്മിനായ മനുഷ്യൻ നടന്നു പോകും. എങ്ങനെ? കൽബർത്തിൽ ഖാതിഫി, പെട്ടെന്ന് നോക്കിയാൽ കണ്ണിന് ശോക്കേൽക്കുന്ന രൂപത്തിൽ നല്ല പ്രകാശത്തോടെ അടിച്ചു വീശുന്ന മിന്നൽ പിളർപ്പിന്റെ വേഗതയിൽ മനുഷ്യൻ ഈ സിറാത്തിലൂടെ വിട്ടുകിടക്കുമെന്ന് ഹദീസിലുണ്ട്. അതേ രൂപത്തിൽ മറ്റൊന്നാണല്ലോ മീസാന്. അമലുകളൊക്കെ തൂക്കുന്ന തുലാസ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കൺകാഴ്ചയിൽ അതിന് കനമില്ല. അടക്ക തൂക്കുന്ന തുലാസ് പോലെയല്ല, അരി തൂക്കുന്ന തുലാസ് പോലെയല്ല, പപ്പടം തൂക്കുന്ന തുലാസ് പോലെയല്ല. അതിന്റെ തടിയിൽ പ്രത്യേക ഭാരമില്ലെങ്കിലും അതിന് തൂക്കം കിട്ടുന്നുണ്ട് എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ തത്വവും യാഥാർത്ഥ്യവും അറിയാതെ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. ജന്നത്ത്, സ്വർഗം പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അല്ലറ ചില്ലറ സൂചനകൾ തന്നിട്ടുണ്ട്. നരകം പൂർണ്ണമായ സൂചനകൾ തന്നിട്ടില്ല. അല്ലറ ചില്ലറ വിശദീകരണങ്ങൾ തന്നിട്ടുണ്ട്. കാരണം വിശദീകരിച്ചാൽ തീർക്കാൻ പറ്റാത്ത വിഷയങ്ങളാണത് രണ്ടും. അല്ലാഹു തആല ജനങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടി ചില്ലറ വിഷയങ്ങൾ തന്നെ അത് തന്നെ ഘനപ്പെട്ടതാണ്. ഇതും നമ്മൾ കാണാതെ വിശ്വസിക്കുന്നതാണ്. പൂർണ്ണമായതിന്റെ തത്വങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. ബുദ്ധിപരമായ ഒരു തെളിവ് കൊണ്ട് ഇതിനെ സമർത്ഥിക്കാൻ കഴിയില്ല. ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്ങനെ ഇപ്പൊ സിറാത്ത് പാലം നമ്മൾ ബുദ്ധിപരമായ തെളിവുകൊണ്ട് സമർത്ഥിച്ചു കൊടുക്കുക? ബുദ്ധിപരമായ തെളിവുകൊണ്ട് സമർത്ഥിക്കണിൽ ആ ബുദ്ധിക്ക് ശക്തി പകരുന്ന ഒന്ന് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇനി പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ ഈ പറയുന്ന സിറാത്ത് പാലം എന്നുള്ളത്? പിന്നെ എന്താ സ്ഥിരപ്പെടുത്താൻ പറ്റുന്നത്? അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അങ്ങനെ സംഭവിക്കാം എന്നത് നിശ്ചയിക്കപ്പെട്ട തീർപ്പ് കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. നിഷേധിക്കാൻ പറ്റൂല എന്ന് വേണമെങ്കിൽ തെളിവുകൊണ്ട് നമുക്ക് സമർത്ഥിച്ചു കൊടുക്കാം. കാരണം നമ്മൾ കാണാത്ത പലതും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നോക്ക്, നമ്മൾ നോക്കിയാൽ എത്രയും കാണുന്നില്ല. ഒരാൾക്ക് പനി പിടിച്ചപ്പോൾ ഡോക്ടർ പറയാണ് കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, ഇനിയും താഴോട്ട് പോയാൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എത്തി നിൽക്കുന്ന 30,000. ലക്ഷക്കണക്കിന് വേണം നിങ്ങളെ രക്തത്തിലെ കൗണ്ട്. അത് പറ്റ കുറഞ്ഞു വന്ന് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. കൗണ്ടൊന്നും കുറവ് നമുക്ക് കാണുന്നില്ല. നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ലെങ്കിലും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഉണ്ടെന്നുള്ളത് ബുദ്ധിപരമായി സമർത്ഥിക്കാൻ പ്രയാസമുണ്ട്. സാധ്യതകളും മറ്റുമൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. അതേ സമയത്ത് തെളിവ് ബോധ്യപ്പെട്ടതും ശരിയായ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതുമുണ്ട്. തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അത് തെളിവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എല്ലാ നിലക്കും കഴിയുന്ന വിഷയമാണ്. യാഥാർത്ഥ്യവും തത്വവും തിരിയുന്ന വിഷയമാണ്. അതുപോലെ തന്നെ നുബുവത്ത്, അള്ളാഹുവിന്റെ കഴിവ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം എന്നത് എല്ലാ നിലക്കും സമർത്ഥിക്കാൻ പറ്റും. ഇതേ രൂപത്തിൽ തന്നെ ആരാധനകളിലും ഉണ്ട്. അവയവങ്ങളെ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ആരാധനകളിൽ നിങ്ങൾ നോക്ക്, അല്ലാഹു തആല ചിലതിന് ചില കണക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് ആ കണക്കിന്റെ പിന്നിലുള്ള തത്വം? ഒരാൾക്ക് 10 പശുക്കൾ ഒരാൾ പോറ്റുന്നുണ്ട്, സക്കാത്ത് വരുന്നില്ല. 15 എണ്ണം പോറ്റുന്നുണ്ട്, സക്കാത്ത് വരുന്നില്ല. 20 എണ്ണം പോറ്റുന്നുണ്ട്, സക്കാത്ത് വരുന്നില്ല. എത്ര ലാഭമുണ്ട്? നിങ്ങൾ നോക്ക്, അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് എത്ര മപ്പയല്ലേ സക്കാത്ത് വരുന്നുള്ളൂ. ഓരോന്നിനും ഓരോ അളവുകൾ ഉണ്ടല്ലോ. ഉളു എടുക്കുന്ന വെള്ളം അത് തന്നെ വൃത്താകൃതിയിലുള്ള ഒരു കുഴിയിൽ നിന്നാണ് ഉളു എടുക്കുന്നതെങ്കിൽ ഇത്ര അളവ് വേണം. അതേ ചതുരത്തുള്ളതാണെങ്കിൽ ഇത്ര അളവ് വേണം. ത്രികോണത്തിലുള്ളതാണെങ്കിൽ ഇത്ര അളവ് വേണം. ഇങ്ങനെ അളവുകൾ ചിലതിന് തിട്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ അളവ് വെച്ചത്? നമുക്കൊരു പിടിപാടില്ല. ശരിക്കതിന്റെ തത്വം ബോധ്യമായിട്ടില്ല. നിങ്ങൾ നോക്ക്, റക്അത്തുകളുടെ എണ്ണം, റക്അത്തുകളുടെ മൊത്തം എണ്ണം 17 ഫർദ്. അതിനേക്കാൾ എത്രയോ അധികമുണ്ട് സുന്നത്തുകൾ. എന്തിനാണ് ഇത്ര കറക്റ്റായ എണ്ണം തിട്ടപ്പെടുത്തി കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, എന്താ 17 ആക്കിയത്? ഏത് നിലക്കാണ് ആ 17ന്റെ ഒരു ഹിക്മത്ത്? അപ്പൊ ആരാധനകളിലും നമുക്ക് ശരിക്ക് തത്വം ബോധ്യപ്പെടാത്തതുണ്ട്, നമുക്ക് ബോധ്യപ്പെടുന്നതും ഉണ്ട്. പിന്നെന്തിനാ അല്ലാഹു ഇങ്ങനെ വെച്ചത്? എന്തിനാണ് എന്ന് പ്രത്യേകം ചോദ്യം ചെയ്യേണ്ടതില്ല. അല്ലാഹു കൽപ്പിച്ചാൽ അതങ്ങ് അംഗീകരിക്കണം. എന്താണ് അതിലുള്ള നേട്ടം എന്ന് നോക്കാതെ. അതാണ് ശരിക്കുള്ള അനുസരണം. ഒരു യജമാനൻ അവന്റെ അടിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കല്ല് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു മാറ്റണം. എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ കല്ലവനെങ്ങനെ എടുത്തു മാറ്റുന്നു? സയ്യിദ് പറഞ്ഞു എന്നുള്ള നിലക്ക്, യജമാനൻ പറഞ്ഞു എന്നുള്ള നിലക്ക് അതൊരു അനുസരണമാണ്. അതേ സമയത്ത് അടിമയെ വിളിച്ചു പറയുന്നു, ഈ കല്ല് നീ എടുത്തു മാറ്റണം. അതിന്റെ അടിഭാഗത്ത് നിധിയുണ്ട്, ആ നിധി മുഴുവനും നിനക്കുള്ളതാണ്. അപ്പോഴും അവൻ കല്ലെടുത്തു മാറ്റും. രണ്ടാമത് അവനോട് പറഞ്ഞപ്പോ അതിന്റെ വിഷയം അവന് മനസ്സിലായിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞപ്പോ എന്തിനാണ് കല്ലെടുത്തു മാറ്റുന്നത് എന്ന് അവനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞതുകൊണ്ട് അനുസരിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാറ്റിന്റെയും തത്വങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിയാത്തതും ഉണ്ട്, അറിയുന്നതും ഉണ്ട്. ഇതേ അർത്ഥത്തിൽ അലിഫ് ലാം മീം ഹമീം അത്വസീൻ തുടങ്ങിയ വചനങ്ങൾ ഒരു പ്രത്യേക അർത്ഥം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചതല്ല. അതിനപ്പുറം അതിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. മനുഷ്യന്മാരെത്ര ചിന്തിച്ചാലും പിടികിട്ടാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ അല്ലാഹു തആല പകർന്നു കൊടുത്തൊരു നേതാവുണ്ട്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇതിന്റെ എല്ലാറ്റിന്റെയും ഇൽമ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്താണ് ഉസ്താദേ അതെല്ലാം ജനങ്ങൾക്കങ്ങ് പറഞ്ഞു കൊടുക്കാതിരുന്നത്? ജനങ്ങൾക്ക് ആവശ്യത്തിനും ഉപകാരത്തിനും വിഷയങ്ങൾക്കും വേണ്ടതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിലത് ഉടമസ്ഥനായ റബ്ബിന്റെയും
പൂർണ്ണ അടിമയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടക്കുള്ള ചില രഹസ്യങ്ങളാണ്, സിറുകളാണ്. ആ രഹസ്യം വേറെ ആർക്കും അറിയില്ല. അങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ഇതുപോലെയുള്ള വചനങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട് മഹാന്മാർ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഹിയ മിൻ അസ്റാറിൽ മഹബ്ബതി ബൈനി വബൈനല്ലാഹ്. അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം, ഹാമീം എന്നതിന്റെ അർത്ഥം, അലിഫ് ലാം മീം സ്വാദ് എന്നതിന്റെ അർത്ഥം എന്റെയും അള്ളാഹുവിന്റെയും ഇടയ്ക്കുള്ള ചില രഹസ്യങ്ങളാണ്. അപ്പൊ ചോദിച്ചു, നബിയെ ഹൽ യഅരിഫുഹാ അഹദുൻ, ആർക്കെങ്കിലും അത് അറിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അത് അറിവില്ല. പിന്നെയോ ഒരു നബിക്കും, ഒരു മുർസലായ നബിക്കും മുഖറബായ മലക്കിനും അതിന്റെ അറിവുകൾ അല്ലാഹു കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടാകാമോ? അങ്ങനെയുണ്ട്. ഉണ്ടെന്നുള്ളത് ഒരുപാട് മുഫസ്സിറുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സൂറത്ത് യാസീനിന്റെ തുടക്കത്തിലും അത്തരത്തിലുള്ള മഹത്വം പഠിപ്പിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമാണ് സൂറത്ത് യാസീനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ആ വ്യക്തിത്വത്തിന് തുല്യമായ ഒരു സ്വഭാവമുള്ള വ്യക്തിപ്രഭാവം ലോകത്ത് ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല എന്നും യാസീനിന്റെ തുടക്കത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരുന്നു. അതുകൊണ്ടാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം ഇതിന്റെ അർത്ഥം മറ്റാൾക്കും അറിയാത്ത രൂപത്തിലുള്ള രഹസ്യമാണെന്ന് പറയുമ്പോ അത് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ സ്വകാര്യമായി കൈമാറിയ വിഷയമാണെന്ന് വെക്കുമ്പോ നമുക്കെന്താ അതുകൊണ്ട് നേട്ടം കിട്ടുന്നത്? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നബിക്കും അറിയാത്ത പല ഇൽമുകളുടെയും ഉയർച്ചയുണ്ട്, പല സ്ഥാനങ്ങളുടെയും വലുപ്പമുണ്ട്. അതുകൊണ്ടല്ലേ കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് ആയത്ത് ഇറങ്ങിയ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം അത് ഓതിക്കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫ് എന്ന് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു അലിംതു, എനിക്കതിന്റെ അർത്ഥം മനസ്സിലായി. രണ്ടാമത്തെ അക്ഷരമുണ്ടല്ലോ അതിൽ ഹാ, അത് ഓതിക്കൊടുത്തപ്പോ പറഞ്ഞു അലിംതു, അതും എനിക്ക് മനസ്സിലായി. മൂന്നാമത്തത് യാ ഓതിക്കൊടുത്തപ്പോ പറഞ്ഞു അതും എനിക്ക് മനസ്സിലായി. നാലാമത്തെ സ്വാദ് ഓതിക്കൊടുത്തപ്പോ അതും മനസ്സിലായി എന്ന് പറഞ്ഞു. ആ സമയത്ത് 5 അക്ഷരങ്ങളും ഐൻ ഓതിക്കൊടുത്തപ്പോ അതും മനസ്സിലായി എന്ന് പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയേ കൈഫ അലിംത മാ ലം അഅലം, ഞാൻ അറിയാത്തത് തങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു? അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്, ഒരൊറ്റ മുഖറബായ മലക്കിനും ഒരൊറ്റ മുർസലായ നബിക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത വിവരങ്ങൾ എനിക്ക് സ്വന്തമായി അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അതേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തൊരു മനുഷ്യനും ഒരു സൃഷ്ടിയും എത്താത്ത വിധാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹജ്ജുൽ ബറൂസവി തങ്ങൾ പറയുകയാണ്, വയദുല്ലു അലൈഹി ഉബൂറുഹു ലൈലത്തുൽ മിഅ്റാജി, മിഅ്റാജിന്റെ രാത്രിയിൽ മിഅ്റാജ് പോയ സന്ദർഭത്തിൽ എല്ലാ മഖാമുകളെയും വിട്ടുകടന്നിട്ടാണല്ലോ നബിതങ്ങളെ വിധാനം. ജിബ്രീൽ അലൈഹിസ്സലാം വരെ കാത്തു നിൽക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും ഒരു ജിന്നിനും അല്ലാഹു നൽകിയിട്ടില്ലാത്ത വലിയ വിവരം, ഒരു മലക്കിനും നൽകിയിട്ടില്ലാത്ത വിവരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഫഇന്ന ഉലൂമൽ കുല്ലി, ലോകത്തിപ്പോ വന്ന ശാസ്ത്രജ്ഞന്മാര്, ഇനി വരാനിരിക്കുന്നവര്, ഇനി പുരോഗതി പ്രാപിച്ച് പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നവര്, എല്ലാവരുടെ ഇൽമും ബിന്നിസ്ബതി ഇലാ ഇൽമിഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിലേക്ക് അപേക്ഷിച്ച് കഖുതറത്തിൻ മിനൽ ബഹരി, സമുദ്രത്തിലെ ഒരു തുള്ളിക്ക് സമാനമാണ്. സമുദ്രത്തിൽ നിന്ന് എടുക്കുന്ന ഒരു തുള്ളി ജലമുണ്ടല്ലോ, ആ ഒരു തുള്ളി ജലമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും എല്ലാ ജിന്നുകളുടെയും എല്ലാ മലക്കുകളുടെയും ഇൽമ്. അതേ സമയത്ത് ബാക്കി സമുദ്ര സമാനമായി കിടക്കുന്നില്ലേ, അതിനേക്കാളും വലുതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഇൽമ്. ഇത് സമർത്ഥിക്കുകയാണ്
ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിന്ദുൽ ബറൂസവി തങ്ങൾ സംശയം വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾക്ക് വലിയ ജ്ഞാനങ്ങളുണ്ട്. ഇതാ ഒക്കെ കൂടി അങ്ങോട്ട് ആൾക്കാരോട് പറഞ്ഞാൽ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ മാത്രം പറ്റുന്നതേ നമ്മളോട് പറയേണ്ടതുള്ളൂ. അതുകൊണ്ടല്ലേ ചോദ്യം ചോദിച്ചു ചെന്നല്ലോ പല ആളുകളും, മറുപടി അവരൂഹിച്ചതുപോലെയല്ലല്ലോ കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മക്കക്കാര് ചോദിച്ചു, മാനത്തുദിക്കുന്ന ചന്ദ്രൻ ഓരോ ദിവസവും കൂടുമ്പോ മാറി മറിഞ്ഞതിന്റെ പ്രകാശം ഇങ്ങനെ കൂടി വരും. ആദ്യം ചെറിയൊരു വര, പിന്നെ അതിലിങ്ങനെ കൂടി ഓരോന്നിങ്ങനെ മാറ്റങ്ങൾ വരും. എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം എന്നാണ്, എന്തിനാണ് അങ്ങനെ മാറുന്നത് എന്നാണ് അവർ ചോദ്യം. യസ്അലൂനകാനിൽ അഹില്ലാ, ചന്ദ്രോദയത്തെ പറ്റി അതിന്റെ മാറ്റങ്ങളെ പറ്റി അവർ തങ്ങളോട് ചോദ്യം. മറുപടി കൊടുക്കുന്നത് എന്താ? എന്തിനാണ് അങ്ങനെ മാറുന്നത്, എന്താ പ്രകാശം കൂടുന്നത് കുറയുന്നത്? അതല്ല അവരോട് പറയേണ്ടത് ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് ജനങ്ങൾക്ക് ഓരോ ദിവസവും ഇന്ന് ഇതാണ് രാവ്, ഇന്ന് ഇത്ര രാവാണ് എന്ന് നിശ്ചയിക്കാനും ഹജ്ജ് പോലത്തെ കർമ്മങ്ങൾക്ക് സമയങ്ങൾ നിശ്ചയിക്കാനും അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു വഴിയാണ്. ഇതാണ് അവരോട് പറഞ്ഞ മറുപടി. എന്താ അങ്ങനെ മറുപടി ശരിയാകും. ആവശ്യമുള്ളതാണല്ലോ മറുപടി പറയേണ്ടത്. ഇതിന്റെ വ്യത്യാസങ്ങളെ പറ്റി അവർക്ക് വിശദീകരിച്ചു കൊടുത്താൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയും ചിന്താശേഷിയും വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതിങ്ങനെ വലുതാകുന്നതും പിന്നെ പിറ്റത്തെ മാസം വീട് ഉദിക്കുമ്പോ ഈ രൂപത്തിൽ പ്രകാശം കുറവ് കാണുന്നതും ജനങ്ങൾക്ക് മീഖാത്ത് അറിയാനാണ്, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ. ഓരോ രാവുകൾ വരുമ്പോ അതിന്റെ പകലുകളെക്കുറിച്ചും രാത്രികളെക്കുറിച്ചും മനസ്സിലാക്കി കാര്യങ്ങൾ നീക്കാൻ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു മാർഗമാണ്. കള്ളിനെ പറ്റിയും ചോദിച്ചില്ലേ, യസ്അലൂനകാനിൽ ഖംരി വൽ മൈസിർ. എന്താ ചോദ്യം? കള്ളി എന്താണ്, കള്ളി എങ്ങനെയാണ്, മൈസിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയമാണ് അവരുടെ ചോദ്യം. കള്ളി എന്നാൽ എന്താണ്? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട മറുപടിയാ കൊടുത്തത്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, രണ്ടിലും വലിയ കുറ്റമുണ്ട്. അതാണല്ലോ നിങ്ങൾ കാര്യമായി മനസ്സിലാക്കേണ്ടത്. എങ്ങനെ അതുണ്ടാകുന്നു, എങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നതല്ല നിങ്ങൾക്ക് തിരിയേണ്ടത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളതാണ്. അതിന് പറഞ്ഞു കൊടുത്തു, ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലറ ചില്ലറ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുമാത്രം മനസ്സിലാക്കരുത്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, കള്ളും ചൂതാട്ടവുമൊക്കെ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ നേരത്തെ അതിനു വേണ്ടി ചെലവാക്കിയതിനെ പറ്റി അവർ ചോദിക്കുമ്പോ നബിയെ തങ്ങൾ പറയണം, ഖുൽ അഫ്വാ, നേരത്തെ കഴിഞ്ഞതൊക്കെ അല്ലാഹു തആല വിട്ടുതരും. ഇനി നിയമങ്ങളൊക്കെ ഇറങ്ങിയ ശേഷം നിങ്ങൾ നന്നായി സൂക്ഷിച്ചാൽ മതി. ഇനിയുള്ള വിഷയങ്ങൾ, ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ ചോദ്യത്തിന് സഹോദരന്മാരെ, ചോദ്യകർത്താക്കൾക്ക് വേണ്ട വിഷയത്തിലാണ് മറുപടി കൊടുക്കുന്നത്. ചോദ്യത്തിന്റെ നേരാനേർക്കുള്ള അർത്ഥങ്ങളല്ല. ഇതുപോലെ അല്ലാഹുവിന്റെ ഖുർആനിലെ യാസീൻ പോലോത്ത ആയത്തുകളുടെ അർത്ഥങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത പ്രത്യേക ഇൽമുകളിൽപ്പെട്ടതാണ്. അതുപോലോത്ത ഇൽമുകളും അതുപോലോത്ത ആയത്തിലുള്ള ജ്ഞാനങ്ങളും ലോകത്ത് മറ്റൊരു മനുഷ്യനും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്ക് അല്ലാഹു തആല ഈ ഉമ്മത്തിനെ നേതാവാക്കി തന്ന സർവ്വ ഉമ്മത്തുകൾക്കും നേതാവാണെങ്കിലും ആ നേതാവിന്റെ കീഴിലുള്ള അണികളിൽ പെടാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് നമ്മുടെ നേതാവിന്റെ ഇൽമി എത്രമാത്രം വലുപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം ശരിക്കും ഉൾക്കൊള്ളാനും ആ നബി തങ്ങളെ ഇൽമിനെ പറ്റി നന്നായി പഠിക്കാനും അതൊരു വഴിയാണ്. ഇരിക്കട്ടെ, മഹാന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും പല രൂപത്തിൽ. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു വെല്ലുവിളിയാണ് എന്നാണ്.
അറേബ്യൻ ലോകത്തുള്ള സാഹിത്യകാരന്മാരോട് അള്ളാഹു വെല്ലുവിളിക്കുന്ന ഒരു സ്വരമാണ്. കാരണം അവരിതിനെ കണക്ക് വെച്ച് കൂട്ടി നോക്കിയിട്ടുണ്ട്. അബജദ് ഹബ്ബസ് പുത്തി ഖലമൻ, അറബി അക്ഷരങ്ങൾക്ക് ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ വെച്ച് അവർ കൂട്ടി നോക്കിയിട്ട് അവർക്ക് എത്തും പിടിയും കിട്ടിയിട്ടില്ല. കാരണം ആദ്യം വന്ന കണക്ക് ചെറുതാണെങ്കിൽ പിന്നെ വരുന്നത് വലുതാണ്, പിന്നെ വരുന്നത് വലുതാണ്. ആദ്യം 2 അക്ഷരം പറഞ്ഞപ്പോ അവർ കൂട്ടി നോക്കി. എന്നിട്ട് ചിലര് പറഞ്ഞു ഈ മതത്തിന്റെ ആയുസാണ് പോയി പറഞ്ഞത്, ഈ 2 അക്ഷരങ്ങൾ കൂട്ടിയിട്ട് കിട്ടുന്ന 200 അപ്പൊ 200 കൊല്ലം ഈ ദീനുണ്ടാവുന്നത്. അപ്പൊ രണ്ടാമത് ഓരോരുത്തർ തലക്കെട്ടിറങ്ങിയത് 4 അക്ഷരം. അപ്പൊ ആ 4 അക്ഷരത്തിൽ വരുന്നത് 560. അപ്പൊ ഒരു പറഞ്ഞു ആദ്യം 200 പിന്നെ 560 ഒരേ കണക്കാണെങ്കിൽ പിന്നെ അത് മാറൂലല്ലോ. അപ്പൊ ഈ കണക്കിന് വേണ്ടിയല്ല അള്ളാഹു ഇറക്കിയത് എന്നവര് മനസ്സിലാക്കി. പിന്നെ എന്താണ് ഇതിന്റെ ആശയം? മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്ന അറബി ഭാഷയില് അലിഫുണ്ടല്ലോ, ലാമുണ്ടല്ലോ, മീമുണ്ടല്ലോ, യാ ഉണ്ടല്ലോ, സീനുണ്ടല്ലോ. പക്ഷേ ഈ കോർവയാക്കി വെച്ച വചനങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമുണ്ട്. എന്നാൽ ഇത് മനുഷ്യനിർമ്മിതമാണെന്നൊരു വാദം മൊത്തത്തിൽ നിങ്ങൾക്കില്ലേ? ഇതിനോട് കിടപിടിക്കുന്ന വചനങ്ങൾ സൃഷ്ടിക്കൂ, അത് കാണട്ടെ. നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ. ഒരു മനുഷ്യനെ വർണ്ണിച്ച് പാട്ടുപാടാനും ആ മനുഷ്യനെ പറ്റി പ്രസംഗിക്കാനും മണിക്കൂറുകളോളം കഴിവുള്ളവരാണ് നിങ്ങൾ. ഒരാൾ പോയാൽ അയാളെ പേരറിയണ്ട, നാടറിയണ്ട, അയാളെ കോലം നോക്കിയിട്ട് തന്നെ അയാളെ പറ്റി 1 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾ സംവദിക്കും. അങ്ങനെ കഴിവുള്ള അറേബ്യയിലെ സാഹിത്യകാരന്മാരായ നിങ്ങളുടെ ഇടയിലേക്ക് ഉമ്മിയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വചനങ്ങളുമായി വന്നപ്പോ നിങ്ങളെ ഭാഷ, നിങ്ങളതിനെ പ്രതികരിക്കുന്നത് അതേ സ്വന്തം പടച്ചുണ്ടാക്കിയതാണെന്ന രൂപത്തിലല്ലേ, സ്വന്തം നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന രൂപത്തിലല്ലേ? അതല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അറബി ഭാഷയിൽ തന്നെയല്ലേ ഈ നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ? അതുപോലെ നിങ്ങളും ഒന്ന് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കേൾക്കാനും വായിക്കാനും നല്ല സുഖവും സാഹിത്യത്തിന്റെ ഭാഷയിൽ നല്ല അംഗീകാരവും ഉള്ളത് നിങ്ങൾ കൊണ്ടുവരുമോ എന്ന ഒരു വെല്ലുവിളി ഇത്തരത്തിലുള്ള വചനങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ വിശദമായി വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് വെല്ലുവിളിയാണ്. ഖുർആനിന്റെ വെല്ലുവിളി തീർന്നിട്ടില്ല. ഖുർആൻ 3 രൂപത്തിൽ വെല്ലുവിളിച്ചതും അങ്ങനെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അല്ലാഹു തആല ആ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി. വൽ ഖുർആനിൽ ഹകീം, യാസീൻ, ഓ നേതാവായ നബിയേ, വൽ ഖുർആനിൽ ഹകീം, ഹുക്കുമുകൾ പഠിപ്പിച്ചു തരുന്ന ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം, ലോകത്ത് എല്ലാ ഹുക്കുമുകളും പഠിപ്പിക്കുന്നത് ഖുർആനാണ്. ഖുർആന് പഠിപ്പിക്കാത്ത ഒരു ഹുക്കുമും ലോകത്തില്ല. ഇനി വരാനിരിക്കുന്ന കാലത്തും കഴിഞ്ഞുപോയ കാലത്തും ഇപ്പൊ വർത്തമാന കാലത്തും എല്ലാ ഹുക്കുമുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് ഹദീസ് അടക്കം എടുത്തുകൊണ്ട് ഖുർആനിലെ ഹുക്കുമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഹുക്കുമുകൾ വിശദീകരിക്കുന്ന ഖുർആൻ തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയുന്നുണ്ട്. ഒരു വിഷയത്തിന് അള്ളാഹു മറുപടി പറയുകയാണ്. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അള്ളാഹു നൽകിയൊരു മഹത്വം പറയുകയാണ്. ഇരിക്കട്ടെ, ഹക്കീം എന്ന പദത്തിന് എല്ലാ തത്വങ്ങളും ഒരുമിച്ച് കൂട്ടിയ ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. ഖുർആനിനെ പോലെ ഹിക്മത്തുള്ള, ഖുർആനിനെ പോലെ സർവ്വ വിഷയങ്ങളും ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ലേ? ഇല്ല. ഖുർആനിൽ തന്നെ അല്ലാഹു തആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഏത് ഉണങ്ങിയതുണ്ടോ, പച്ചയായതുണ്ടോ, അഥവാ വളരുന്നതുണ്ടോ, തകരുന്നതുണ്ടോ, കുറെ കാലം നീണ്ടു നിൽക്കുന്നതുണ്ടോ, കുറഞ്ഞ ആയുസുള്ളതുണ്ടോ, പച്ച എന്ന് പറയുമ്പോ പുതിയതായി കണ്ടുപിടിച്ചതുണ്ടോ, പഴയതുണ്ടോ,
എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഈ വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ ഇമാമിങ്ങൾ ഹുക്മ കണ്ടെത്താന്ന് പറഞ്ഞാൽ അവർ വലിയ ഇൽമിന്റെ ഭണ്ഡാരങ്ങളാണ്. അവരാ ആയത്തിലുള്ള ഇൽമു കൊണ്ട് വിശുദ്ധ ഖുർആൻ അവർ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ധാരാളം വിഷയങ്ങൾ ഖുർആനിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കാർക്കെങ്കിലും കഴിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ നിന്നൊരു ചാട്ടവാറ് കൊണ്ടുപോയാൽ ഖുർആൻ നോക്കിയിട്ട് ഞാൻ അതിന്റെ സ്ഥലം കണ്ടെത്തും. എങ്ങനെയത്? ആ ചാട്ടവാറ് എവിടെയുണ്ട് എന്നുള്ളത് ഖുർആനിൽ നിന്ന് ഞാൻ കണ്ടെത്തും. വലിയ ഇൽമാണ്, അനുമാനമല്ല, ഇൽമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. നമ്മൾ ഖുർആൻ മറിച്ച് നോക്കിയാൽ അക്ഷരങ്ങൾ കാണുന്നു എന്നല്ലാതെ അതിന്റെ ആന്തരികമായ തലങ്ങളിലേക്ക് നമ്മുടെ കൽബിനുണ്ടോ ഒരു ഓട്ടം. അപ്പൊ ആ മഹാരഥന്മാർ ഖുർആനിൽ കണ്ടെത്താത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? മുൻകാലത്തൊരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന് ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന വലിയ ഇമ്പമുള്ള ഖുർആൻ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വലിയൊരു സമ്പന്നനായ മനുഷ്യൻ അടുത്ത് വന്നപ്പോ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുത്തിരിക്കും, ഞാൻ കുറച്ചേരം ഖുർആൻ പഠിപ്പിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചെന്നാൽ നിങ്ങൾ എനിക്ക് 2 ദിർഹമോ 3 ദിർഹമോ കൂലിയായി തരും. എനിക്കിപ്പോ പൈസന്റെ ആവശ്യമുണ്ട്. പണക്കാരൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് പഠിക്കാൻ നേരല്ല, തിരക്കാണ്, ഞാൻ പോവുകയാണ്. എന്നാ ശരി, ഞാൻ നിങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോന്നു. ഖുർആൻ പഠിപ്പിക്കാൻ ഒരാൾ വിളിച്ചാൽ പോകണം എന്നാണ്. നമ്മളെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറയണം എല്ലാവരും കുട്ടികളെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് 100 കൂട്ടം തിരക്കാ പറയണ്ടേ. മുമ്പ് കാലങ്ങളിലൊക്കെ റമദാൻ മാസത്തിലാണ് ഖുർആനോത്ത് നന്നായി പഠിച്ചിരുന്നത് മദ്രസകൾ. ഇന്ന് ബഹുഭൂരിഭാഗം മദ്രസകളും കാലിയായി കിടക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് റമദാനിൽ കാണുന്നത്. ഉസ്താദുമാര് വരാഞ്ഞിട്ടല്ല, അവരതിന് യോഗ്യരല്ലാഞ്ഞിട്ടുമല്ല, പിന്നെയോ റമദാനിലല്ലേ എന്റെ കുട്ടി സ്കൂളിൽ പോയാൽ ഉറങ്ങാൻ പാടില്ല, അതുകൊണ്ട് മോനെ ഖുർആനോത്തിന് റമദാനായിട്ട് ചൊവ്വാലും പഠിക്കാം, ഒരു 9 മണി വരെ ഉറങ്ങിക്കും, എന്നാലേ അവിടെ പോയാൽ ഉറക്കില്ലാതെ ശരിക്കും പഠിക്കാൻ കഴിയുള്ളൂ. രാത്രി തറാവി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടുന്നുണ്ട്, ക്ഷീണമൊന്നുമില്ല, പക്ഷെ ഒരു സുഖത്തിന് വേണ്ടി വീണ്ടും കടത്തി ഇറക്കിയിട്ട് ആ സമയം അങ്ങോട്ട് അടക്കുകയാണ്. അത് പറ്റില്ല. നമ്മുടെ കുട്ടികൾ നന്നായി ഖുർആനോത്ത് പഠിക്കണം. അത് അള്ളാഹു നമുക്ക് തരുന്ന വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പണ്ഡിതൻ ആ വലിയ മുതലാളിയെ ഖുർആൻ ഓതി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് അദ്ദേഹം പോയില്ല. അവസാനം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പിന്നെ പണ്ഡിതന്മാരെ സമീപിക്കേണ്ട ഒരു ഘട്ടം വന്നു. അഥവാ തന്റെ മകളോട് മകളെ പുതിയാപ്പിള സ്വന്തം മരുമകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മുതലാളിന്റെ മകളോട്, ഈ ഭൂമിയിലുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയും എന്റെ കയ്യിൽ കൊണ്ടുതരുന്നവരെ ഞാൻ നിന്നെ സ്വീകരിക്കൂലെന്ന് ഞാൻ തൊലകല്ലിന്ന് പറഞ്ഞു. ഭൂമിയിലെ എല്ലാവിധ സമ്പത്തും എന്റെ കയ്യിൽ കൊണ്ടുവന്നു തരണം. അങ്ങനെ പറഞ്ഞപ്പോ ഈ പെണ്ണ് തൊലാത്ത് ചൊല്ലിയുള്ള സങ്കടത്തിൽ അവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നു. ഇദ്ദേഹം ഇതിന്റെ മസാലക്ക് വേണ്ടി ഒരുപാട് ആലിമീങ്ങളെ കണ്ടു. ആ ആലിമീങ്ങളൊക്കെ പറഞ്ഞ തൊലാക്ക് പോയിട്ടുണ്ട്. തൊലാക്ക് താലീഖാക്കി ബന്ധിപ്പിച്ച് പറഞ്ഞാലും തൊലാക്ക് പോയിട്ടുണ്ട്. കാരണം നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് പറഞ്ഞത് എങ്കിലും തൊലാക്ക് സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചു. സമയബന്ധിതമായ തൊലാക്കില്ലാലും തൊലാക്ക് പോകുമല്ല. 1 കൊല്ലം വരെ തൊലാക്കില്ലെന്ന് പറഞ്ഞാൽ തൊലാക്ക് പോയി, 1 കൊല്ലം വരെ നിന്ന് വെറുതായി പോകും. അപ്പൊ തൊലാക്ക് പോയിട്ടുണ്ടെന്ന് എല്ലാവരും മറുപടി പറഞ്ഞു. അദ്ദേഹം ആകെ വിഷമിച്ചു. അപ്പോഴാണ് മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത്, മുമ്പ് ഖുർആനുമായി നല്ല വിവരമുള്ളൊരു പണ്ഡിതൻ ഖുർആൻ ഓതി തരാൻ വിളിച്ചിട്ട് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കാതെയാണല്ലോ ഞാൻ പോകുന്നത്, മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളത് മൂപ്പരെടുത്ത് പോയി. അങ്ങനെ ആ വലിയ പണ്ഡിതനോട് പോയിട്ട് പറഞ്ഞു, എന്റെ നിങ്ങൾ വന്നത്? ഒന്നുമല്ല, ഞാനിപ്പോ ഒരു കുടുക്കിലാണ്. എന്റെ മകളെ അവളെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മസാല അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുറെ ആലിമീങ്ങളെ കണ്ട് ചോദിച്ചു, അവരൊക്കെ എന്നോട് പറഞ്ഞു തൊലാക്ക് പോകുമ്പോൾ ഒരു രക്ഷയുമില്ല.
എന്താ ചോദിച്ചത്? എന്താ നിങ്ങളെ മകളോട് പറഞ്ഞത്? ഈ ഭൂമിയിലുള്ള എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എന്റെ കയ്യിൽ കൊണ്ടുതരണം, എനിക്ക് നീ വാങ്ങിത്തരണം, അല്ലെങ്കിൽ എന്റെ കയ്യിലേക്ക് വെച്ചു തരണം, അല്ലെങ്കിൽ നിന്റെ തൊലാക്ക്. എല്ലാരും പറഞ്ഞോ നിങ്ങളോട് തൊലാക്ക് പോകും? അതെല്ലാരും പറഞ്ഞു തൊലാക്ക് പോകും. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് മസാല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരൂല. കനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കട്ടിയുള്ള ഒരു കടലാസ് ദീനാർ ഇവിടെ വെച്ച് തന്നു. കാരണം അന്ന് ഞാൻ നിങ്ങളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചിട്ട് നിങ്ങൾ എന്തായാലും എനിക്ക് ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിപ്പോയി. ഇപ്പൊ നിങ്ങൾ കുടുങ്ങിയ നേരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അതിന്റെ പ്രതിവിധി പറഞ്ഞുതരാം. തൊലാക്കൊന്നും പോകൂല, പക്ഷേ ശരിയായ അതിന്റെ വശം ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ നന്നായി എനിക്ക് പണം തരണം. എന്താ പണം ചോദിച്ചോടെ തകരാറ്? പണം ചോദിക്കുന്ന തകരാറൊന്നുമില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നിങ്ങൾ കൂലി വാങ്ങാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അത് പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ചപ്പോ, കുട്ടിക്കാലത്ത് ഖുർആൻ പഠിച്ചപ്പോ മാസാമാസം ആ പഠിപ്പിച്ച ഉസ്താദിന് ശമ്പളം കൊടുത്തിരുന്നത് അവിടുത്തെ മാതാവാണ്. ശമ്പളം കൊടുക്കാനില്ലാതെ പണം തീർന്നു പോയപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ച ഉസ്താദ് മക്കയിൽ വെച്ച് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാൻ കിട്ടുന്ന മാസവരിയായി എന്നെ ഏൽപ്പിച്ചത് ഇമ്മാസം കൂടിയുള്ള അടുത്ത മാസത്തേക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയൂലാണോ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദെ എന്നെ പഠിപ്പിക്കണ്ട, ഈ കുട്ടികൾക്ക് നിങ്ങൾ ഓതിക്കൊടുക്കുന്നത് ഞാൻ അപ്പുറത്ത് ഇരുന്നൊന്ന് കേട്ടോട്ടെ, അതിന് സമ്മതമുണ്ടോ? ഉസ്താദ് പറഞ്ഞു സമ്മതമാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതീവ ബുദ്ധിമതിയാണല്ലോ. ആ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് പഠിച്ചു എന്നല്ല, ഉസ്താദ് പുറത്തു പോകുമ്പോ ഉസ്താദിനെക്കാളും വലിയ ഉസ്താദായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സംശയം തീർത്തു കൊടുക്കുന്നു. ഉസ്താദ് പുറത്തു പോകുമ്പോ ചോദിക്കുന്നു, മക്കളെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആ ഇൽമു കേട്ടിട്ട് ബാക്കി കുട്ടികളൊക്കെ എഴുതിയെടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടികൾ ഷാഫി ഇമാം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചെലവ് വാങ്ങിത്തന്ന് ഒരു നിലക്കും നിങ്ങൾ ഇവിടെ വിട്ടുപോകരുത്, കാരണം നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ടാകുമ്പോ ഞങ്ങൾക്ക് ധാരാളം ഇൽമു കിട്ടുമല്ലോ. അപ്പൊ പഠിപ്പിക്കാനുള്ള വിഷയത്തിന് പണം കൊടുക്കുന്ന ഒരു പതിവുണ്ട് കൂലിയായിട്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും സഹോദരനെയും പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ മാതാവ് അങ്ങനെ പണം കൊടുത്ത ഒരാളെ ഏൽപ്പിച്ചു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവിടുത്തെ ചരിത്രത്തിൽ, അങ്ങനെ അതാ കൊടുത്ത കൂലി തീർന്നു പോയപ്പോ പഠിപ്പിക്കുന്ന മുഅല്ലിം പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട വരി തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൗജന്യമായി കിട്ടുന്നിടത്ത് നിങ്ങൾ പോയി പഠിക്കണം. അതുകൊണ്ടല്ലേ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ത്വലബത്തുൽ ഇൽമ ലിഗൈരില്ലാഹ് ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാഹ്. ഭക്ഷണം കിട്ടണമെന്ന് വിചാരിച്ചാണ് വിശപ്പ് കൊണ്ട് മരിച്ചു പോകും, വസ്ത്രം കിട്ടാതെ ഇടങ്ങേറായി പോകും എന്ന് കരുതിയിട്ട് ഇൽമിന്റെ വഴിയിലേക്ക് മുന്നിട്ടിറങ്ങി പഠനത്തിൽ നന്നായി മുഴുകിയപ്പോ അള്ളാഹു തീരുമാനിച്ചു, ആ ലക്ഷ്യം മാറ്റിയിട്ടത് അള്ളാഹുവിന്റെ വഴിയിൽ തന്നെയാകണം. ഇറങ്ങിപ്പുറപ്പെട്ടത് ഭക്ഷണം കിട്ടൂല. മാതാവാണെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏൽപ്പിക്കപ്പെട്ട വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കപ്പെട്ട ആളെ കയ്യിൽ നിന്ന് പണം തീർന്നിട്ടുണ്ട്. സൗജന്യമായി പഠിക്കുമ്പോ ഭക്ഷണം കിട്ടുന്ന കേന്ദ്രങ്ങളിൽ പോയത് ഭക്ഷണം ഒരു ലക്ഷ്യമാണെങ്കിലും അള്ളാഹു തീരുമാനിച്ചു, ആ ലക്ഷ്യം പോരാ, എന്റെ മനസ്സിൽ നല്ല ഇഖ്ലാസ് എന്റെ മനസ്സിൽ വേണം. അള്ളാഹു എന്റെ മനസ്സിൽ കൂടുതൽ ഇഖ്ലാസ് തന്നു. അങ്ങനെ ഞാൻ അധ്വാനിച്ചങ്ങ് പഠനം നേടി. അപ്പൊ സഹോദരന്മാരെ, ഈ പണ്ഡിതൻ ആ മുതലാളിയോട് പറഞ്ഞു, നിങ്ങൾ നല്ല കൂലി തരണം, എത്ര കൂലി വേണമെങ്കിലും തരാം, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. എന്നാ ഞാൻ പറയട്ടെ, നിങ്ങളെ മകളെ ത്വലാഖ് പോകൂല. അദ്ദേഹം അതാ മറ്റു ആലിമീങ്ങളോടൊക്കെ പോയിട്ട് പറയുന്നു, നിങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എന്റെ മോളെ ത്വലാഖ് പോയി എന്നല്ലേ? ഇന്നാലിന്ന സ്ഥലത്തുള്ള വലിയൊരു പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളെ ത്വലാഖ് പോയിട്ടില്ല. അതിന് വഴിയുണ്ട്.
കാരണം ഈ പറഞ്ഞ വിഷയം സാധിപ്പിക്കാൻ കഴിവുണ്ടായാൽ മതി. അതിനാ പണ്ഡിതന്റെ പക്കൽ വകുപ്പുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇരച്ചു കയറിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ മസല കണ്ടെത്തിയത്? ആരാ നിങ്ങൾക്ക് മസല പഠിപ്പിച്ചു തന്നത്? ഏതടിസ്ഥാനത്തിലാ നിങ്ങൾ ഫത്വ കൊടുത്തത്? ഉടനെ തന്നെ ആ പണ്ഡിതൻ അവരോട് ചോദിച്ചു, എന്താണ് ആ ഭർത്താവ് പറഞ്ഞ വാക്ക്? ആ വാക്ക് നിങ്ങളൊന്ന് വായിക്കൂ, ഞാൻ മസല പറഞ്ഞു തരാം. അതേ ഭർത്താവ് പറഞ്ഞത്, ദുനിയാവിലുള്ള മൊത്തം സമ്പൽ സമൃദ്ധി എന്റെ കയ്യിൽ നീ കൊണ്ടുതന്നാൽ നിന്നെ ഞാൻ ഭാര്യയായിട്ട് തന്നെ നീക്കിക്കൊള്ളും. കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ, തരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലുമെന്നല്ലേ? അതിന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ദുനിയാവിലെ മൊത്തം സമ്പൽ സമൃദ്ധിയും അള്ളാഹു കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവന്റെ ഖുർആനിലാണ്. ഈ പെണ്ണ് പോയിട്ടൊരു ഖുർആൻ അങ്ങ് കയ്യിൽ കൊടുത്താൽ മതി. ആ ഖുർആനിലില്ലാത്ത ഒരു സമ്പൽ സമൃദ്ധിയുമില്ല. ഭർത്താവിന്റെ കയ്യിലേക്ക് ഖുർആൻ വെച്ച് നീട്ടിയിട്ട് പറയുന്നു, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ, ഖുർആനിൽ നമ്മൾ ഒന്നും വിട്ടേച്ചിട്ടില്ല. എല്ലാ സമ്പത്തും ഖുർആനിലുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഖുർആനിലുണ്ട്. എല്ലാ അഭിവൃദ്ധിയുടെയും ദിക്ർ ഖുർആനിലുണ്ട്. എല്ലാ രക്ഷയുടെയും മാർഗം ഖുർആനിലുണ്ട്. ലോകത്ത് എന്തെല്ലാം സമ്പൽ സമൃദ്ധി അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ടോ അതൊക്കെ ഈ ഖുർആനിലുണ്ട്. അതുകൊണ്ട് ഇതാ സ്വീകരിച്ചോളൂ, എന്റെ ഭാര്യയായി തന്നെ നിങ്ങൾ മുന്നോട്ട് നീക്കിക്കോളൂ, എന്റെ കൂടെയുള്ള ജീവിതം നിങ്ങൾ പിരിച്ചു കളയണ്ട എന്ന് ആ പെൺകുട്ടി പോയി തന്റെ ഭർത്താവിനോട് പറയുകയും മറ്റു പണ്ഡിതന്മാരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി പിറകോട്ട് നീങ്ങുകയും ചെയ്തെങ്കിൽ വൽ ഖുർആനിൽ ഹകീം, ഹക്കീമായ ഖുർആൻ, എല്ലാ തത്വങ്ങളും ലോകത്ത് പഠിപ്പിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ തന്നെയാണ് സത്യം. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പത്രമായ രീതിയിൽ നിലനിൽക്കുന്ന ഗ്രന്ഥമാണല്ലോ ഖുർആൻ. വൈരുദ്ധ്യങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ഗ്രന്ഥമല്ലേ ലോകത്ത് വിശുദ്ധ ഖുർആൻ. അതിലെ ആശയങ്ങൾക്ക് വൈരുദ്ധ്യമില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് ചോദ്യം ചെയ്താൽ നടക്കുകയും ഇല്ല. ഒരു കാലത്തും മാറ്റം വരാതെ നിലനിൽക്കുന്ന ഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. നേരത്തെ ഒരുപാട് ഈടുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം പരിധിയും പരിമിതിയും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഖുർആൻ അതിന്റെ ഭദ്രതയിലതാ കാലാകാലത്തും നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരു ആശയങ്ങളില്ല. എല്ലാ നല്ല ആശയങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം ഖുർആനാണ്. അപ്പൊ ഹക്കീമായ ഖുർആൻ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? ഇന്നക ലമിനൽ മുർസലീൻ, നബിയേ അവിടുന്ന് മുർസലുകളിൽ പെട്ട ആള് തന്നെയാണ്. ആർക്കാണിത് മറുപടി കൊടുക്കുന്നത്? മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലസ്ത മുർസലാ, നിങ്ങൾ മുർസലല്ല, നിങ്ങളെ അള്ളാഹു ഞങ്ങൾക്ക് റസൂലായി അയച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വലിയ മഹബത്ത് കണ്ടോ നിങ്ങൾ? മറ്റു പ്രവാചകന്മാരിലും നമ്മുടെ നേതാവിനും തമ്മിൽ തുലനം ചെയ്തു നോക്കുമ്പോ, മറ്റു നബിമാരോട് ജനങ്ങൾ എതിർത്ത് പറയുമ്പോ പ്രതികരിക്കുന്നത് അള്ളാഹു അല്ല കണ്ടോ, നബിമാർ തന്നെയാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ പറഞ്ഞില്ലേ, ഇന്നാ ലനറാക ഫീ സഫാഹ, ഹൂദേ നിങ്ങൾ പോയത്തം വിളമ്പുന്ന ആളാണ്, നിങ്ങൾ പൊട്ടപ്പോയത്തം പറയുന്ന ആളാണെന്ന് ഞങ്ങൾ ഭാവിക്കുന്നു. വഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ, നിങ്ങൾ കള്ളം പറയുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾ ധരിക്കുന്നു. ആ സമയത്ത് അതിന് മറുപടി പറയുന്നത് ആരാണ്? ഹൂദ് നബി അലൈഹിസ്സലാം തന്നെയാണ്. ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ ലൈസ ബി സഫാഹ, എന്നിലൊരു പോയത്തവും ഇല്ല. വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നുള്ള ഒരു റസൂലാണ്.
ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞില്ലേ, ശുഐബ് നബിയെ, നിങ്ങൾ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് വലിയ കുടുംബശക്തിയില്ലെങ്കിൽ, നിങ്ങൾക്ക് വലിയ ജനങ്ങൾക്കിടയിൽ അംഗീകാരം കുറച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാത്തത്. ഉടനെ തന്നെ ശുഐബ് നബി അലൈഹിസ്സലാം അല്ലേ പ്രതികരണം പറയുന്നത്. ഓരോ നബിമാരോടും ജനങ്ങൾ എതിർക്കുമ്പോ ആ നബിമാര് തന്നെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടോ, അതേ പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? രണ്ടിനും അല്ലാഹു പ്രതികരണം കൊടുക്കുന്നു. ഒന്നും വിട്ടിട്ടില്ല. ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രു, ഇസ്ലാമിന്റെ കൊടിയ ശത്രു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് മക്കയിലെ പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോ സ്വകാര്യമായിട്ട് ആരോന്ന് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ ആരോടാണ് സംസാരിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കളിയാക്കിയിട്ട് അവർ രണ്ടാളും മാത്രം കേൾക്കുന്ന ഒരു സ്വകാര്യം, ഞാൻ ആ അബൂതറിനോടാ സംസാരിച്ചത്. അബൂതർ എന്ന് പറഞ്ഞാൽ പരമ്പര മുറിഞ്ഞു പോയ ആള് എന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആൺകുട്ടികളൊക്കെ വഫാത്തായി പോയത്, ഇനി പ്രസ്ഥാനം നിലനിൽക്കൂല എന്ന് അവർ കണക്കൂട്ടലൊക്കെ അവർ മനസ്സിലാക്കിയത് ഒരു പഞ്ചായത്ത് ഭരണം പോലെ, ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം പോലെ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഭരണം പോലെ എന്ന് അവർ കണക്കാക്കിയത്. അങ്ങനെ ഒരു പരിഹാസം സ്വകാര്യമായി പറഞ്ഞപ്പോ അത് പുറത്തെടുത്തിട്ട് അല്ലാഹു അതിന് മറുപടി കൊടുത്തു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ, തങ്ങളെ പ്രകോപിപ്പിച്ച മനുഷ്യനില്ലേ ആസ് ബിൻ വാഇൽ, ഹുവൽ അബ്തർ, അവനാണ് വാലറ്റവൻ, അവനാണ് പരമ്പര മുറിഞ്ഞവൻ, അവന്റെ ഒറ്റ മക്കളും മക്കളെ പരമ്പരയും ലോകത്ത് നിലനിൽക്കില്ല. അതേ സമയത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് ഏറ്റവും അധികം സന്താനങ്ങളെ നമ്മൾ തന്നിട്ടുണ്ട്. ആ സന്താന പരമ്പരകളിൽപ്പെട്ട അഹ്ലു ബൈത്തിലെ തങ്ങന്മാര് നിങ്ങൾ നോക്ക്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവരുണ്ടല്ലോ. പരമ്പരയായി ഖിയാമത്ത് നാൾ വരെ അവർ നിലനിൽക്കുമല്ലോ. അവസാനത്തെ കണ്ണിയും അവരെ കൂട്ടത്തിൽ നിന്ന് വരാനുള്ളത് ആരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ലോകത്തൊരു നബിക്കും കിട്ടാത്ത മഹത്വം എന്താ മഹത്വം എന്നറിയോ? ഖുർആന് സാക്ഷ്യപ്പെടുത്തിയിട്ട് അല്ലാഹു റിസാലത്ത് സമർത്ഥിക്കുകയാണ്. മൂസാ നബിന്റെ റിസാലത്ത് അല്ലാഹു അങ്ങനെ സമർത്ഥിച്ചിട്ടില്ല. ലോകത്തൊരൊറ്റ നബിന്റെ റിസാലത്തും അല്ലാഹു അങ്ങനെ സമർത്ഥിച്ചിട്ടില്ല. എന്റെ വകയല്ല, കണ്ടില്ലേ നിങ്ങൾ ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയത്. വലം യഖ്സിമില്ലാഹു ലി അഹദിൻ മിൻ അംബിയാഇഹി, അല്ലാഹുവിന് ലക്ഷക്കണക്കിന് നബിമാരില്ലേ, ആ നബിമാരിൽ ഒരൊറ്റ നബിക്കും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. ബിർരിസാലത്തി, ആ നബി റസൂലാണെന്നത് ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബില്, ഇല്ലാ ലഹു, നബിതങ്ങൾക്കല്ലാതെ ഒരൊറ്റ നബിക്കും ഇതുപോലെ സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു അവരെ സാക്ഷിയാക്കിയിട്ടല്ലേ നബിതങ്ങൾ റസൂലാണെന്ന് പറഞ്ഞത്. വകഫാ ബില്ലാഹി ഷഹീദാ എന്ന ആയത്തിന്റെ അവസാനം മറ്റായത്തിന്റെ തുടക്കം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സാക്ഷിയായിട്ട് മതി. ലോകത്ത് ആര് എതിർത്താലും ആ എതിർപ്പൊന്നും വിലവെക്കില്ല, അതൊന്നും വിലപ്പോവുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ അല്ലാഹുവിന്റെ റിസാലത്തിന്, നബിതങ്ങളെ റിസാലത്തിന് ഒരാൾ ചോദ്യം ചെയ്തപ്പോ നബിതങ്ങൾ റസൂലല്ല എന്ന് പറഞ്ഞപ്പോ അതിന് പ്രതികരണം ലോകത്ത് കൊടുക്കുന്നത് ഇനി ആരെല്ലാം അത് വെച്ച് വരുമോ? നബിതങ്ങൾ റസൂലല്ല എന്ന് പറഞ്ഞ് ആരെല്ലാം ലോകത്ത് വരാനുണ്ടോ എല്ലാവർക്കും അല്ലാഹു സത്യം ചെയ്തു കൊടുക്കുന്ന മറുപടി വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ,
ഭദ്രമായി നിലനിൽക്കുന്ന ഖുർആൻ ലോകം ജനങ്ങൾ കാണുന്നതല്ലേ, ആളുകൾ അനുഭവിക്കുന്നതല്ലേ. ആ ഖുർആനിന്റെ ഭദ്രത കൊണ്ടല്ലേ നാൾക്ക് നാൾ ഇസ്ലാമിലേക്ക് ആളുകൾ കയറി വരുന്നത്. ആ ഖുർആനിന്റെ സുന്ദരമായ ശബ്ദം കേട്ട് അതിന്റെ ആശയ വൈപുല്യങ്ങൾ മനസ്സിലാക്കി ആയിരക്കണക്കിന് ആളുകൾ അനുദിനം ഇസ്ലാമിലേക്ക് കയറി വരുന്നില്ലേ. ആ ഹക്കീമായ ഖുർആന് ലോകത്തെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആന് സത്യം ചെയ്ത് ഇല്ലാത്തതല്ല അള്ളാഹു സത്യം ചെയ്തത് ബോധ്യപ്പെടുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട നേതാവ് തന്നെയാണ് നബിയേ. വിമർശനങ്ങൾ നേരിട്ട വലിയൊരു പ്രവാചകനല്ലേ കലീമുല്ലാഹി മൂസ. മൂസാ നബി അലൈഹിസ്സലാമിന് എത്ര വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്, എത്ര ശല്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ശല്യത്തിന്റെ രൂപത്തിൽ അള്ളാഹു പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. മൊത്തത്തിലും മറുപടി കൊടുത്തത് മൂസാ നബി തന്നെയാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കി നബി തങ്ങളോട് പ്രതികരിക്കുന്ന വാചകം ശരിയാകാതെ വന്നാൽ, അവിടുന്ന് ഓതുന്ന ഖുർആനിനെ പറ്റി പാട്ടെന്ന് പറഞ്ഞാൽ, ആ ഖുർആനിന്റെ മാസ്മരികതയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടിട്ട് ഇതൊരു ജോത്സ്യനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ, അതിനൊക്കെ ശക്തിയുക്തം മറുപടി കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനമാണ് ലോകത്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആരെ എതിർത്താലും ഞാൻ മറുപടി തന്നിട്ടില്ലെങ്കിൽ എക്കാലത്തും എന്റെ കയ്യിലൊരു മറുപടിയുണ്ട്. തൊടുന്നവരൊന്നും ജയിക്കില്ല, വിമർശിക്കുന്നവരൊന്നും ജയിക്കില്ല. എന്റെ നേതാ, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി എന്തെല്ലാം പേരിലാണ് ലോകത്ത് വിമർശിക്കാനുള്ളത്, അതിന്റെ ഒക്കെ മറുപടി നേരത്തെ തന്നെ അള്ളാഹു വെച്ചുപോയി. തീവ്രവാദം മുദ്ര കുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രൂപം പ്രാപിച്ചിട്ട് ആ തലക്ക് മുകളിൽ ഒരു വാളും ഒരു ബോംബുമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആര് തന്നെ എന്തു പറഞ്ഞാലും അള്ളാഹു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, ഒരിക്കലും അവിടുന്ന് തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല. അത് പഠിപ്പിക്കുന്ന ഒരു ഭാഷയോട് തങ്ങളൊരു നിലക്കും സ്നേഹിക്കുകയില്ല. അതേ ശത്രുവിനെ മുന്നിൽ കണ്ടിട്ട് മുദ്രാവാക്യം മുഴക്കി പോകുമ്പോ ആ ശത്രുവിനെ എതിർക്കുന്ന രൂപത്തിൽ കടുത്ത ഭാഷയിൽ മുദ്രാവാക്യം മുഴക്കിയപ്പോ ഉടനെ തന്നെ ഇടപെട്ട് തിരുത്തിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ആരാണ് എതിർക്കുന്നത് ലോകത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപം വെച്ച് എത്ര കാർട്ടൂണുകൾ വരച്ചാലും അള്ളാഹു അതിന്റെ മറുപടി മാലോകർക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വിഷയം കാലാകാലത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്ത് എത്ര വലുതാണ്, തങ്ങളെ സ്നേഹവും തങ്ങളെ കാരുണ്യവും സമാധാനത്തിന്റെ മാർഗവും എത്ര വലുതാണ്. 10,000 വരുന്ന ശിഷ്യന്മാരോടൊപ്പം മക്കയിലേക്ക് പോകുമ്പോ പതാക കൈമാറിയിരിക്കുന്നത് അൻസാറുകളുടെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ് ഒരു പതാക കൊടുത്തിരിക്കുന്നത്. മഹാനവറുകൾ ആ പതാക മേലോട്ട് ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. കുറച്ച് നടന്ന് ഏകദേശം മക്കയിലെത്താനാകുന്ന നേരത്ത് മക്കയിലെ അന്നത്തെ നേതാക്കളിൽ ഒരു നേതാവാണ് അബൂ സുഫിയാൻ. നേരത്തെയും അയാൾക്ക് നേതൃത്വ പദവിയുണ്ട്. മാന്യനായ മനുഷ്യനാണ് അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനെയും കൂട്ടരെയും കണ്ട ഉടനെ ആവേശം കൊണ്ട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, അൽയൗമ യൗമുൽ മൽഹമാ, ഇന്ന് സംഘട്ടനത്തിന്റെ ദിവസമാണ്, ഇന്ന് എല്ലിൽ നിന്ന് ഇറച്ചി വേർതിരിക്കുന്ന ദിവസമാണ്. പക്ഷേ സമാധാനത്തിന്റെ ശാന്തിയുടെ കേന്ദ്രമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ തിരുത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്. അൽ യൗമ യൗമുൽ മർഹമാ, ഇന്ന്
ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഇന്ന് സ്നേഹത്തിന്റെ ദിവസമാണ്. സംഘട്ടനത്തിന് വേണ്ടിയല്ല നമ്മൾ പോകുന്നത്, പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ പോകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പതാക ആ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മകനാകുന്ന ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. സംഘടനാ നേതാക്കൾ മുദ്രാവാക്യം എഴുതിക്കൊടുക്കും, എന്നിട്ട് പറയും അതിലുള്ളതേ വിളിക്കാവൂ. അപ്പൊ കുറച്ചാൾക്കാർ എതിരാളികളാണ് തോന്നുന്ന ആരെങ്കിലും വരി നിൽക്കുന്നത് കണ്ട ഈ മുദ്രാവാക്യം കീശയിലിട്ടിട്ട് പിന്നെ അവരെ വക കുറച്ച്, അപ്പൊ അവിടെ അടിയുണ്ടാകും, കല്ലേറുണ്ടാകും, പലതുണ്ടാകും, അസഭ്യം പറയലുണ്ടാകും, രക്തച്ചൊരിച്ചിലുണ്ടാകും. ഇത് ലോകത്തുണ്ടാകാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ റഹ്മത്താണ്. അപ്പൊ അവിടുത്തെ റഹ്മത്തിനെ ആരെങ്കിലും എതിർത്താൽ പോകട്ടെ, അവിടുത്തെ ശരീരത്തിലെ ഒരു ചെറിയ ശഅറിനെ എതിർത്താൽ, അവിടുത്തെ ജീവിതത്തെ എതിർത്താൽ അല്ലാഹു തആല പറഞ്ഞില്ലേ അത് നടക്കില്ല, അത് നടക്കില്ല. അതിനുത്തരം അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഏതെങ്കിലും ഒരു നബിയുടെ ജീവിതത്തെ സത്യം ചെയ്ത് അല്ലാഹു ഒരു വിഷയം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മൊത്തം അല്ലാഹു സത്യം ചെയ്തില്ലേ? ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അഥവാ നബിയെ തങ്ങളുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. 63 കൊല്ലക്കാലത്തെ സുന്ദരമായ ജീവിതം തന്നെയാണ് സത്യം. വേറെ ഏതെങ്കിലും ഒരു നബി അല്ലാഹു ഇതുപോലെ സത്യത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അല്ലാഹു സത്യം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയം, ലോകത്ത് ബോധ്യപ്പെടാത്ത ഒരു വിഷയം അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തെ എല്ലാ ജനങ്ങൾക്കും ഏത് കാലത്തും ബോധ്യപ്പെടുന്നതാണ്. ആ ജീവിതത്തിന്റെ പരിശുദ്ധിയും ആ ജീവിതത്തിലെ വിഷയങ്ങളും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് യാസീൻ സൂറത്തിന്റെ തുടക്കം കണ്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ മഹത്വമാണെന്ന് പഠിപ്പിച്ചത് ഇന്നക ലമിനൽ മുർസലീൻ. ഒരൊറ്റ നേതാവിനും കിട്ടാത്ത സർട്ടിഫിക്കറ്റ്, ഒരൊറ്റ നബിക്കും അല്ലാഹു തആല കൊടുക്കാത്ത സാക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തതാണ്. അതേ കാഫിരീങ്ങൾ, സത്യനിഷേധികൾ ലസ്ത മുർസല എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അങ്ങനെ എന്റെ ഹബീബിനോട് നിങ്ങൾ പറയരുത്, ഞാനത് സമ്മതിക്കില്ല. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തങ്ങൾ നേരായ പാന്താവിൽ തന്നെയാണ് നബിയെ. തങ്ങളെ പാന്താവ് ഒരു നിലക്കും തെറ്റിയിട്ടില്ല. അഥവാ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും അടുപ്പമുള്ള മാർഗത്തിലാണ് തങ്ങൾ നിലകൊള്ളുന്നത്. എന്താണ് ലക്ഷ്യം? വൽ മഖ്സിദു ഹുവല്ലാഹ്. ലക്ഷ്യം അല്ലാഹുവാണ്. ആ ലക്ഷ്യത്തിലേക്ക് മുന്നിടാനുള്ള മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിൽ അണുഅളവ് പഴക്കാതെ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞതിന്റെ പഠിപ്പിച്ചതിന്റെ അർത്ഥം. അതേ നിങ്ങൾ നോക്ക്, ഇസ്മായിൽ ഹിബ്ബുൽ ബറൂസവി തങ്ങൾ തന്നെ പറയുന്നു, യാസീൻ മുതൽ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന വാചകം വരെ സൂചിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനവും അല്ലാഹുവിലേക്ക് ഏറ്റവും വലിയ അടുപ്പവും ലോകത്ത് അല്ലാഹു തആല നൽകിയിട്ടുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. കാരണം ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞതിൽ തന്നെ അലാ സിറാത്തിൻ മുസ്തഖീം എന്നതിന്റെ ആശയമുണ്ട്. തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട നേതാവാണ് എന്ന് പറഞ്ഞാൽ പിന്നൊരു ശരിയായ മാർഗത്തിലാണ് എന്ന് പിന്നെ എടുത്തു പറയേണ്ടതില്ല.
പിന്നെയും എടുത്തു പറഞ്ഞത് എന്തിനാണെന്നറിയോ? എല്ലാ നബിമാരെ പോലെയും അല്ല തങ്ങൾ. ആ ശരിയായ റൂട്ടിൽ ഏറ്റവും മുൻപന്തിയിലെത്തി. അതേ അള്ളാഹുവിന്റെ തിരുദർശനം നൽകപ്പെട്ട അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാവ്, അതിനുള്ള മുസ്തഖീമായ വഴിയിലൂടെ നടക്കുന്ന നേതാവ് നിങ്ങളാണ് നബിയേ. മുസ്തഖീമായ നിയമങ്ങളെ കൊണ്ട് ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്തിയ ഒരു വഴിയുണ്ട് എന്നല്ലേ ഇവിടെ പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മളെ നാട്ടിലെ ചില കള്ളത്തൊരീക്കത്ത് മൗലവിമാർക്ക് ഇതിൽ മറുപടിയുണ്ട്. എന്റെ വകയല്ലോ, ഞാൻ ഇബാറത്ത് വായിക്കാം. ഫീഹി മഅനൻ ലത്തീഫുൻ യുലമു മിൻഹു ഫസാദു ഖൗലിൽ മുബാഹിയ്യ. ചില വിഷയങ്ങളെത്തിയാൽ, ചില റൂട്ടിലെത്തിയാൽ ചില ആൾക്കാർ പറയും മൂപ്പർക്കത് ഹലാലാണ്, ഇയാൾക്കത് ഹലാലാണ്. കാരണം മൂപ്പരായാല മക്കാമിലെത്തി, മൂപ്പർക്ക് നിയമമൊന്നും വേണ്ട. എന്താ മൂപ്പർ ജമാഅത്തിന് പോരാത്തത്? നിങ്ങളെവിടെ ജമാഅത്തിലേക്കൊക്കെ നിങ്ങൾ കാണാതെ എത്തുന്ന റൂട്ടിലാണ് മൂപ്പറുള്ളത്. ഒന്നാം നമ്പർ കളവാണത്. എല്ലാം ഹലാലാക്കുന്ന ഒരു കക്ഷികൾ ലോകത്തുണ്ട്. അവര് പറയും അൽ മുകല്ലഫു യസീറു വാസിലൻ ഇലൽ ഹഖ്. മുകല്ലഫായ മനുഷ്യൻ ഹഖ് തആലയായ അല്ലാഹുവിലേക്ക് എത്തിച്ചേരും. അപ്പൊ പിന്നെ ഫലാ യബ്ഖാ അലൈഹി തക്ലീഫുൻ, പിന്നെ അയാൾക്ക് തക്ലീഫില്ല എന്ന് പറയുന്ന മുബാഹിയത്ത് എന്ന് പറയുന്ന ഒരു പിയച്ച പ്രസ്ഥാനമുണ്ട്. ഒരു ശൈഖ് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് കുറച്ച് ദർജ എത്തുമ്പോ പിന്നെ മൂപ്പർക്ക് നിങ്ങൾക്ക് പറയുന്ന തക്ലീഫൊന്നുമില്ല, മൂപ്പർക്ക് നിങ്ങളാ കാണുന്ന ഹറാമൊന്നുമില്ല, മൂപ്പർക്ക് നിങ്ങളാ പറയുന്ന വാജിബൊന്നുമില്ല, നിങ്ങളാ പറയുന്ന സുന്നത്തൊന്നുമില്ല. അള്ളാഹുവിനേക്ക് അങ്ങ് അടുത്തുപോയി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്തതാരാ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അവസാനത്തെ തിങ്കളാഴ്ച ദിവസത്തിന് സുബ്ഹി നിസ്കാരം തങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ? അന്നത്തെ ളുഹായും തങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ചു. ഏറ്റവും വലിയ ഖുർബിലെത്തിയ നേതാവ്, ആ നേതാവ് തക്ലീഫിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ശരീഅത്തിന്റെ ശാസനകളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും എപ്പോഴെങ്കിലും എനിക്ക് ഒഴിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, വദാലിക മിൻ ഹൈസു ഇന്നല്ലാഹ ബയ്യന അന്നൽ മുർസലീന. അല്ലാഹുവിടെ വിശദീകരിച്ചത് എല്ലാ മുർസലീങ്ങൾക്കും ഒരു ശരിയായ റൂട്ടുണ്ട്. ആ റൂട്ട് എന്താണ്? നിയമങ്ങളാണ്. ദുനിയാവിൽ അവർ ജീവിക്കുന്ന കാലത്തോളം ആ നിയമങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു, മുസ്തഖീമായ വഴി അവർ സ്വീകരിക്കുന്നു. എപ്പോഴും ഹറാം ഹറാമായി കാണുന്നു. അള്ളാഹുവിലേക്ക് എത്ര കുറുപ്പുണ്ടായാലും, ഇൽമു കൊണ്ട് എത്ര അടുത്താലും, സ്ഥാനം കൊണ്ട് എത്ര അടുത്താലും, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കിട്ടാത്ത സ്ഥാനം കിട്ടിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിയായ ശരീഅത്തിന്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു ഒഴിവ് കൊടുത്തിട്ടില്ലല്ലോ. ഫകൈഫ ദാലിക്കൽ ജാഹിലുൽ ആജിസു. ഒരു കഴിവും ഇല്ലാത്ത പമ്പര വിഡ്ഢിയായ മനുഷ്യൻ കുറച്ചെന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോഴേക്ക് എനിക്കിപ്പത് ആവശ്യമല്ല, എനിക്കിപ്പ ആ നിയമം ബാധകമല്ല എന്നിങ്ങനെ പറയും. അപ്പൊ അലാ സിറാത്തിൻ മുസ്തഖീം. എല്ലാ മുർസലീങ്ങൾക്കും അള്ളാഹു ശരിയായ റൂട്ട് നൽകിയിട്ടുണ്ട്. ആ റൂട്ടിൽ നിയമങ്ങളുണ്ട്. നിയമബന്ധിതമായിട്ടാണ് അവരുടെ ജീവിതം അള്ളാഹുവിലേക്ക് അടുപ്പിച്ചത്. ആ നിയമത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ അള്ളാഹുവിലേക്ക് അടുത്തത്. നിയമങ്ങളൊന്നും വിട്ടുകഴിഞ്ഞിട്ടല്ല. അപ്പൊ നിയമങ്ങൾ വിട്ടുകഴിഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിലേക്ക് അടുത്തവനാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ സാക്ഷാൽ കള്ളനാണ്. എനിക്ക് ആ നിയമമൊന്നും ബാധകമല്ല, നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് നിങ്ങളാ പറയുന്ന ശാസനകളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് അല്ലാഹു ജല്ല ജലാലുഹു മറുപടി കൊടുക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ പെട്ട ഒരാളാണെങ്കിലും അല്ലാഹു തആല പഠിപ്പിക്കുന്നതിന്റെ ആശയം റാസി ഇമാം തങ്ങൾ പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ച ഒരാളാണെങ്കിലും നിങ്ങളെ പോലെയല്ല എന്റെ അടുത്തേക്ക് നബി തങ്ങളെ സ്ഥാനം. പിന്നെയോ അതേറ്റവും അടുത്ത രൂപത്തിലാണ്. അതേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർന്ന മഖാമ് കറക്റ്റായി മനസ്സിലാക്കാൻ ജനങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്കും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർന്ന മഖാമ്, നബി തങ്ങളെ ഉയർന്ന സ്ഥാനം. അതുകൊണ്ടല്ലേ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം
ഇനി തങ്ങൾക്ക് ഒറ്റക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചില്ലേ, എന്താ നിങ്ങൾ എന്റെ കൂടെ പോരാത്തത്? അപ്പോ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, അതേ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും മറികടന്ന മഖാമിലേക്ക് പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ എനിക്ക് പെർമിഷൻ ഈ സ്ഥലം വരെ മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ഞാൻ വിട്ടുതന്നാൽ സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറം ഞാൻ കടന്നാൽ ലഹതറഖ്തു മിൻ നൂർ, നൂറ് സ്വീകരിക്കാൻ കഴിയാതെ ഞാൻ കരിഞ്ഞു പോകും, അതേ ചുട്ടുചാമ്പലായി പോകും, അതുകൊണ്ട് ഞാനില്ല നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത സ്ഥാനം അവിടുത്തെ നേതൃ പദവി തുല്യതയില്ലാത്തതാണ്. കാരണം അവിടുത്തെ റിസാലത്തും അവിടുത്തെ എല്ലാ വിഷയങ്ങളും അല്ലാഹു ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നവർ, അവിടുത്തെ റിസാലത്തിനെ ചോദ്യം ചെയ്യുന്നവർ ഇന്നുമുണ്ടല്ലോ മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗക്കാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവസാനത്തെ നബിയാണെന്ന് പറയുമ്പോ അതിനെ എതിർക്കുന്ന കക്ഷികള് ഇനിയും നബിയുണ്ട് ഇപ്പയും നബിയുണ്ട് എന്ന് പറയുന്നവരില്ലേ, അവർക്കെല്ലാവർക്കും മറുപടി അല്ലാഹു ജല്ല ജലാലുഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാർക്കും പരിസമാപ്തി കുറിച്ച് വന്ന നേതാവാണ്. ഇനി ഒരു നേതാവ് നബിയായിട്ട് ഞാനൊരു പുതിയ ശരീഅത്തുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഇരിക്കട്ടെ, ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച മാർഗം മുസ്തഖീമായ മാർഗമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ചില വിദ്വാൻമാർ എഴുതി വിട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്. നഊദു ബില്ലാഹ്, ഇല്ല കേട്ടോ, അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടില്ലേ, അലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങളെ റൂട്ട് ഒരു നിലക്കും തെറ്റൂല നബിയേ. ആ തങ്ങൾ പോയ റൂട്ടിലൂടെ പോകാനാണല്ലോ നമ്മളെല്ലാവരും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു, അഭിപ്രായത്തിൽ നബി തങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിചാരങ്ങളിൽ കേടുപാട് സംഭവിച്ചു. ഇങ്ങനെയൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിനെ പൂർണ്ണമായവർ സമ്മതിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ പറയരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചെറിയ ഒരു ചിന്തയിൽ വരെ മാറ്റം വന്നാൽ അതിനനുസരിച്ച് മനുഷ്യന്റെ ഈമാൻ കുറഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ചെറിയ ഒരു ധാരണ, സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഒരു ധാരണ. എന്താണത്? ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറത്തുപോയി. അന്നത്തെ ദിവസം ഹഫ്സ ബീവിക്കുള്ള ദിവസമാണ്, രാത്രിയും പകലൊക്കെ. ഓരോ ദിവസവും ഓരോ ഭാര്യമാരെ വീട്ടിൽ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചു വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരം നന്നായി വീർത്തിട്ടുണ്ട്, വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എന്താണ്? തങ്ങളെ അടിമസ്ത്രീയുമായി ഞാനിവിടെ ഇല്ലാത്ത സമയം, എനിക്കുള്ള സമയം തങ്ങൾ അടിമസ്ത്രീക്ക് കൊടുത്ത് തങ്ങളത് ഉപയോഗിച്ചു പോയോ? അതുകൊണ്ട് വിഷമം പ്രകടിപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ റഹ്മത്തും റഹ്മത്തുള്ള മനസ്സല്ലേ. തങ്ങൾ വിചാരിച്ചെന്നാൽ നിങ്ങൾക്കൊക്കെ ഈ അടിമസ്ത്രീയെ കൊണ്ട് വിഷമാണെങ്കിൽ ഞാൻ അതിനങ്ങ് തൊലാക്കുകയില്ല, നിങ്ങൾക്കൊരു വിഷമം വേണ്ട.
മാരിയത്തുൽ ഖുദ്സി റളിയല്ലാഹു അൻഹ കൂടെ ഉണ്ടായിട്ട്. പക്ഷേ തങ്ങളെ മനസ്സിൽ ആ വാക്ക് വിഷമം സൃഷ്ടിക്കുമെന്ന് കണ്ട ഉടനെ തന്നെ അല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പറഞ്ഞില്ലേ, ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ളഹീർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അസ്ഹാബിയെയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യണം. നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ മിന്നിമറിയുന്ന തൗബയുടെ ലക്ഷണങ്ങൾ, അതിന്റെ പ്രകടനങ്ങൾ അല്ലാഹു ശരിക്കും വീക്ഷിക്കും. ഖാലിസായ നിലക്കുള്ള തൗബ അല്ലാഹു സ്വീകരിക്കും. അതേ സമയത്ത് വഇൻ തളാഹറ അലൈഹി, നിങ്ങൾ തൗബയിലേക്ക് മുതിരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികൂലമായി നിങ്ങൾക്കുള്ള ആശയത്തിൽ അടിയുറച്ചു നിന്ന് എതിരായി നിങ്ങൾ ഇനിയും പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഹുവ മൗലാ, ആ നബിതങ്ങളെ സംരക്ഷകനും സഹായിയും അല്ലാഹുവാണ്. വജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വസാലിഹുൽ മുഅ്മിനീൻ, ഒരുപാട് വിശ്വാസികളായ സജ്ജനങ്ങളും ഉണ്ട്. പോരാ വൽ മലായികതു ബഅദ ദാലിക ളഹീർ, എണ്ണം തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത, റബ്ബിനല്ലാതെ കറക്റ്റായ എണ്ണം അറിയാത്ത ലക്ഷോവിലക്ഷം കോടാനക്കോടി മലക്കുകളില്ലേ, ആ മലക്കുകളൊക്കെ നബിതങ്ങളെ സഹായികളായി നിൽക്കും. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ തൗബ ചെയ്തോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൗബ ചെയ്തു. ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ തൗബ ചെയ്തു. അവർ വൻകുറ്റം ചെയ്തതിന്റെ പേരിലല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വിഷമം വരാൻ സാധ്യതയുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോ സ്വാഭാവികമായി സ്ത്രീകളിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ വരാവുന്ന ഒരു ചാൻസാണ്. ബന്ധത്തിന്റെ രൂപത്തിൽ അങ്ങനെ വന്നേക്കാം. പക്ഷേ ആ അഭിപ്രായ പ്രകടനം പോലും എന്റെ ഹബീബിനോട് പറ്റില്ല എന്ന് അല്ലാഹു തീർച്ചപ്പെടുത്തി പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിയച്ചു എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അവനെ അംഗീകരിക്കാൻ പറ്റുമോ? അവന്റെ കൂടെ കൂടാൻ പറ്റുമോ? നബി തങ്ങൾക്ക് അഭിപ്രായത്തിൽ അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദമ്പ് വന്നത് കൊണ്ടല്ലേ അവിടുന്ന് അത്രയും ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലാഹുവാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, അലാ സിറാത്തിൻ മുസ്തഖീം, ഋജുവായ മാർഗത്തിലാണ് തങ്ങൾ. അണുഅളവ് പേച്ചു പോകുന്നൊരു അഭിപ്രായമോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു വിചാരമോ തങ്ങളിൽ ഇല്ല നബിയേ. അത്രക്കും ശരിയായ റൂട്ടിലാണ് തങ്ങളുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് കണ്ടില്ലേ, അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മഹാന്മാർ ഓർമ്മപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉന്നതമായ സ്ഥാനം, ആ സ്ഥാനം പോലെ ഒരു മലക്കിനും ഒരു നബിക്കും സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ലീ മഅല്ലാഹി വഖ്തുൻ, അല്ലാഹുവിനോടൊപ്പം എനിക്കൊരു സന്ദർഭമുണ്ട്. ലാ യസഉനി ഫീഹി മലക്കുൻ മുഖറബുൻ, ഒരു മുഖറബായ മലക്കും എന്നോടൊപ്പം എത്തൂല. വലാ നബിയ്യുൻ മുർസലുൻ, ഒരു മുർസലായ നബിയും എന്നോടൊപ്പം എത്തൂല. ആ നബിന്റെ ഉമ്മത്തിൽ തന്നെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. തൻസീലൽ അസീസിർ റഹീം. ഖുർആൻ, ഏത് ഖുർആനാ അല്ലാഹു സത്യം ചെയ്തത്? അസീസും റഹീമുമായ അല്ലാഹു അവതരിപ്പിച്ചതാണ് ആ ഖുർആൻ. അല്ലാഹു അവതരിപ്പിച്ച, അല്ലാഹു തആല ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനാണ് സത്യപ്പെടുത്തുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത്. ഹക്കീമായ ഖുർആനിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് നോക്ക് നിങ്ങൾ, തൻസീലൽ അസീസുർ റഹീം, അസീസും റഹീമുമായ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അധികാരികളെയും എല്ലാ സ്വേച്ഛാധിപതികളെയും
എല്ലാ അനുസരിക്കുന്നവരെയും അനുസരിക്കാത്തവരെയും ഒക്കെ കീഴ്പ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നിയന്ത്രിക്കാനും കഴിവുള്ള അല്ലാഹു അൽ ഗാലിബു അലാ ജമീൽ മഖ്ദൂറാത്തി, ലോകത്ത് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ മറികടക്കുന്ന രീതിയിൽ അതിജയിക്കുന്ന അല്ലാഹു, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കഴിവുള്ള മഹാനാണ്. അസീസായ റബ്ബാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ റബ്ബാണ് കേട്ടോ ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ആ ഖുർആനിലൂടെയാണ് നബിതങ്ങളെ കുറിച്ച് അല്ലാഹു തആല മുർസലാണെന്ന് പറയുന്നത്. അസീസായ റബ്ബിന്റെ കഴിവ് ലോകത്തൊരാൾക്കും ഇല്ല. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല അവനെ പറ്റി പറയുന്ന അസീസ് എന്ന വാചകം വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസീസ് എന്ന അല്ലാഹുവിന്റെ നാമം അതേ കൂടുതൽ കൂടുതൽ ഉച്ചരിക്കുന്നവർക്ക് വലിയ ഭാഗ്യമുണ്ട്. ദീനിന്റെ എതിരാളികളെ ഒരു നിലക്കും ശക്തി ക്ഷയിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അവരെല്ലാ നിലക്കും മുന്നോട്ട് വരികയാണെങ്കിൽ തുടരെ തുടരെ 1000 പ്രാവശ്യം യാ അസീസു യാ അസീസ് യാ അസീസു യാ അസീസ് എന്നങ്ങ് വിളിച്ച് അല്ലാഹുവിനോട് കാര്യം പറഞ്ഞാൽ ദീനിന്റെ എതിരാളികളെ അല്ലാഹു നിലക്ക് നിർത്തുന്നു. അതേ സൈന്യങ്ങളെ കൂട്ടത്തിൽ പോകുന്ന ആള് 70 പ്രാവശ്യം അസീസായ റബ്ബിനെ വിളിച്ചാൽ ആ സൈന്യത്തിലുള്ള എത്ര ധിക്കാരികളായ ജനങ്ങളുണ്ടെങ്കിലും ധീരശൂരന്മാരായ ആളുകളുണ്ടെങ്കിലും അസീസായ റബ്ബിനെ ആവർത്തിച്ച് വിളിച്ച അമീറിന് അവരെല്ലാവരും കീഴ്പ്പെട്ടു കൊടുക്കുന്നു. നിങ്ങൾ നോക്കി യാസീൻ സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന അവന്റെ വചനം, അസീസായ റബ്ബ്, ആ റബ്ബിനാണ് എല്ലാവിധ കഴിവുമുള്ളത്, എല്ലാവിധ ഇസ്സത്തും ഉള്ളത്. അസീസായ റബ്ബാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. പിന്നതിൽ സംശയങ്ങൾ വേണ്ട. അസീസായ റബ്ബിനെ നമ്മളും വിളിച്ചാല് അല്ലാഹു നമുക്ക് വലിയ ഇസ്സത്ത് തരുന്നു. അസ്മാഉൽ ഹുസ്ന, അതിൽ നിങ്ങൾ നോക്ക്, അസീസ് എന്ന അല്ലാഹുവിന്റെ ഇസ്മുണ്ട്. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന ആളുകൾ, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുന്ന ആളുകൾ, അവർക്ക് വലിയ പുണ്യമുണ്ടല്ലോ. കാരണം ഖുർആനിൽ 1-ലധികം തവണ അല്ലാഹു ദുആർക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആർക്കാനാ പറഞ്ഞത്. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഏത് വിളി വിളിക്കാണെങ്കിലും എപ്പ വിളിക്കാണെങ്കിലും അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട്. ആ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തിയിട്ട് നിങ്ങൾ വിളിച്ചോളൂ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് അസീസ് എന്നത്. അത് ഏറെ വിളിച്ച് അല്ലാഹുവിനോട് സഹായം ചോദിക്കുമ്പോ 40 ദിവസം 40 വട്ടം. സുഹ്റവർദി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു വിഷയത്തിൽ വല്ലാതെ ടെൻഷൻ അടിച്ച് വല്ലാതെ വിഷമിച്ച് കഴിയുന്ന മനുഷ്യൻ 40 ദിവസം ഓരോ ദിവസവും 40 വട്ടം യാ അസീസ് യാ അസീസ് 40 പ്രാവശ്യം അല്ലാഹുവിനെ വിളിച്ചാൽ അഅനഹുല്ലാഹു തആല, അല്ലാഹു അവന് പ്രത്യേക സഹായം കൊടുക്കും. ഒരാളെയും ആശ്രയിക്കാത്ത വലിയ ഇസ്സത്ത് അവന് കിട്ടും. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കൊല്ലം നമ്മുടെ അലം നശ്റഹിലൊക്കെ സൂറത്ത് പറഞ്ഞപ്പോ അവസാനം അതിന്റെ മഹത്വങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോ പറഞ്ഞു, അലം നശ്റഹിലൊക്കെ സൂറത്ത് എന്ന സൂറത്ത് അതിന്റെ എണ്ണം കണക്കാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഹർഫുകളുടെ എണ്ണം കണക്കാക്കിയിട്ട് ഒരാൾ ഓതിയാൽ എത്ര ഹർഫുണ്ട്? ആർക്കുണ്ട് ഖുർആനെ പറ്റി ഓർമ്മ? മൊബൈല് കാണാതെ എത്ര കാർഡുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ആൾക്കാരെ ഫോട്ടോ ഉണ്ടോ ചൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഇൽമും മനുഷ്യന്മാർക്ക് ഖുർആനെ പറ്റി പഠിക്കാനുള്ള താല്പര്യമില്ല. സദാ സമയത്ത് 3 മണിക്കൂർ 4 മണിക്കൂർ മെസ്സേജ് വായിക്കാനാണ് എല്ലാവർക്കും തോന്നിയത്. എന്നിട്ട് അതിൽ കടന്നിങ്ങനെ കളിക്കാം. പലരും പറഞ്ഞ നുണയും വടായും ഒക്കെ അങ്ങനെ തിരിച്ചും പറിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനെ പറ്റി നന്നായുള്ള പഠനം ഖൽബിൽ സ്വീകരിക്കണ്ടേ? എത്ര ഹർഫുണ്ട് അലം നശ്റഹൊക്കെ സൂറത്തിൽ? ഞാൻ പറയാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ കൊടുത്താണെങ്കിൽ ആൾ പറഞ്ഞാൽ എന്നാ സന്തോഷം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞെല്ലാം നടത്തിയ റാഹത്തായി. ആരെങ്കിലും ആൾ പറഞ്ഞാണെങ്കിൽ അവസാന ദിവസം സമ്മാനമൊക്കെ തരാം അല്ലേ? 103 ഹർഫുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ആളുകളോട് പറഞ്ഞല്ല, അന്ന് നോക്കിയെന്നത് പറയില്ല. അത് ഖുർആന്റെ ഇൽമ് നമ്മൾ ഖൽബിലൊന്ന് സൂക്ഷിക്കണം. അതൊക്കെ പോകും ഈ നോട്ടം കൊണ്ട് ഇങ്ങനെ തിരിക്കി മറിച്ച് നോക്കല്ലേ വഴി.
പാതിരാത്രി എന്താ ഉറങ്ങാത്ത ഉറക്കം വരുന്നില്ല. ഇതിലെ അജായിബ് കണ്ടിട്ട് അത്രയും വലിയ അത്ഭുതങ്ങളായി. എന്തൊരു മുസീബത്ത്! എത്രയോ സമയത്ത് വണ്ടി കൂടുതൽ ഓണടിക്കേണ്ടി വരുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ. കാരണം നിൽക്കുന്ന ആൾ റോഡ് അറിയുന്നില്ല, വരുന്ന വണ്ടിയുടെ ഒരു ശബ്ദം കേൾക്കുന്നില്ല. കദീന കുട്ടിയവരെ കേൾക്കില്ല. പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയൂല. എന്ത് ചെയ്യും? നിൽക്കുന്ന റോഡിന്റെ നടുവിൽ അത് ധാരണല്ല. എന്താ ധാരണല്ല? അതായത് അല്പം മുഴുവനും ശരീരം അടക്കത്തിന്റെ ഉള്ളിൽ കൊടുത്തുപോയില്ലേ? 103 ഹർഫുകളുണ്ട് അലം നശ്റഹ് ലക സദ്റക സൂറത്തിൽ. അതൊരാള് ഉദ്ദേശത്തിന് വേണ്ടി ചൊല്ലിയിട്ട് 103 പ്രാവശ്യം 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് 103 പ്രാവശ്യം ഇരുന്ന് ചൊല്ലാം. ഒരുപാട് സമയം വേണ്ടി വേണ്ട, കുറഞ്ഞ സമയം മതി. ആകെ 8 ആയത്താണ് ആ സൂറത്തിലുള്ളത്. അതങ്ങനെ ചൊല്ലിയിട്ട് അയാൾ നേർന്നാൽ ഉദ്ദേശം സാധിച്ചു കിട്ടും. അങ്ങനെ കഴിഞ്ഞ നമ്മൾ പ്രഭാഷണം കഴിഞ്ഞ് പോയപ്പോ ഒരാള് ഖുർആന്റെ വലിയ മഹത്വം നോക്കുന്നത് നമ്മളെ മഹത്വമല്ല, മഹാന്മാര് പഠിപ്പിച്ചല്ലേ മഹത്വം. അവരല്ലേ ഇത് പഠിപ്പിച്ചെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവൊന്നുമില്ലേ നമുക്കുള്ളൂ, കേൾക്കാനുള്ളൊരു കഴിവ് നമുക്ക് എല്ലാവർക്കും. ഒരാള് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ പെങ്ങളെ കല്യാണം വരാൻ പോവാണ്, ഒരു 3-4 ലക്ഷമെങ്കിലും കിട്ടണം കടായിട്ട്, അല്ലെങ്കിൽ കുറിയുണ്ട് കിട്ടാൻ, ആ കുറി കിട്ടണം, അതിനെന്തെങ്കിലും വെപ്പുണ്ടോ? വെപ്പുണ്ട് പറഞ്ഞു. പറഞ്ഞാൽ താങ്കൾ ചെയ്യുമെന്ന് ചെയ്യും. കുടുങ്ങിയ എല്ലാവരും ചെയ്യൂലേ? എല്ലാവരും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കുടുങ്ങാതെ തന്നെ ചെയ്യാൻ കുടുങ്ങി ചെയ്താൽ പോരാ. അങ്ങനെ അലം നശ്റഹ് ലക സൂറത്ത് ഓതിക്കൂടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നാ കുറി കിട്ടാനുള്ളത്? അടുത്ത ആഴ്ച വരെ 2 റക്അത്ത് നിസ്കരിച്ച് ഓതും, റെഡി ചെയ്യുന്നു. ഒരാഴ്ചയല്ലേ ഉള്ളൂ, പിന്നൊന്നുണ്ടല്ലോ. അങ്ങനെ അന്ന് കുറി അടിച്ചു. കടല്ലാതെ കല്യാണം നല്ല റാഹത്തിൽ കഴിച്ചു കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാത്ത സൂറത്താണ് കേട്ടോ. അങ്ങനെ അനുഭവിച്ചപ്പോ നമുക്കും അനുഭവിക്കാൻ കഴിയും. യാ അസീസ് യാ അസീസ്. പേടിക്കുന്ന ആളുകൾ, ലക്ഷ്യം സാധിക്കാത്ത ആളുകൾ അള്ളാഹുവിനെ വിളിക്കണം. അള്ളാഹുവിനെ വിളിക്കാൻ സൂറത്ത് യാസീനിലൂടെ ഈ വിഷയം പറഞ്ഞപ്പോ എവിടുന്നെങ്കിലും എഴുതിക്കൊണ്ടുവരികയല്ല. ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി തങ്ങളെ തഫ്സീറിൽ ഇമാം സുഹ്റവർത്തി ഉദ്ധരിക്കുന്ന വചനമാ പറഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞതാണ്, 40 ദിവസം 40 വട്ടം അള്ളാഹുവിന്റെ അസീസ് എന്ന നാമം വിളിച്ചാൽ അള്ളാഹു തആല വലിയ സഹായം കൊടുക്കും. പിന്നെ ആ വിഷയത്തിന് വേറൊരാളിലേക്കും ആവശ്യപ്പെട്ടു പോകേണ്ടി വരില്ല. സഹോദരന്മാരെ, മുന്നിൽ കൊല ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന രാജാക്കന്മാരെ മുന്നിലേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ പലരെയും കൊണ്ടുപോയപ്പോ അവര് രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഹാറൂൻ റഷീദിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 2 കൈയിലും മാമം വെച്ച് കൊണ്ടുപോകുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 1ാമത്തെ റൂമിലെത്തിയപ്പോ എന്തോന്ന് ചൊല്ലി. ആ ചൊല്ലുന്നത് കൂടെ നടക്കുന്ന ആൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അക്ഷരങ്ങൾ ശരിക്ക് പുറത്തേക്ക് തിരിയുന്നില്ല, ശബ്ദങ്ങൾ തിരിയുന്നുണ്ട്, അക്ഷരം ക്ലിയർ ആകുന്നില്ല. 2ാമത്തെ ഹാളിലേക്ക് എത്തിയപ്പോ ഒന്നുകൂടി ചൊല്ലി. അതുവരെ ഒറ്റ പ്രതിയെയും കൊണ്ടുവന്നാൽ എഴുന്നേറ്റ് നിന്ന ഒരു പരിചയമില്ല ഹാറൂൻ റഷീദ് എന്ന രാജാവ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വരുമ്പോ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന നല്ല കസേരയിൽ ഇരുത്തുന്നു, നല്ല വിഷയങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് അലവിയാക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവര് കേസ് കൊടുത്തിട്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യുന്നത്. ചരിത്രം സുദീർഘമാണ്, ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. പക്ഷേ അവിടെ ഒന്നും ചെയ്യാതെ ആരാച്ചാറ് വാളും പിടിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. കുറ്റപത്രം വായിക്കാൻ അതിന്റെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. സാക്ഷികളായി വേറെ ആളുകൾ ഒപ്പുവെക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും വിസ്മയിപ്പിച്ച് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കിറ്റിന് നല്ല സംഭാവന കൊടുത്ത് ദിർഹമും ദീനാറും കൊടുത്തിട്ട് കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വാഹനമില്ലെങ്കിൽ ഒരു വാഹനം തയ്യാറാക്കി കൊടുത്ത് എവിടേക്കാണോ പോകേണ്ടത് അവിടെ എത്തിക്കൂ. അപ്പൊ ഹാറൂൻ റഷീദിനോട്, എന്താ രാജാവേ, ഞങ്ങളൊക്കെ എത്ര നേരായി, ഇന്നലെ മുതലുണ്ട് ഈ കുറ്റപത്രം പിടിച്ച് ഞാൻ നിൽക്കുന്നത്. വേറെ ആള് പറഞ്ഞു, ഞാൻ 3 മണിക്കൂറായി വാളിങ്ങനെ തായോട്ട് വെക്കാൻ പാടില്ലല്ലോ, അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുന്നു, എന്റെ കൈ ഇവിടെ കടഞ്ഞു പോയിട്ടുണ്ട്, എന്താ നിങ്ങളൊന്നും ചെയ്യാതിരുന്നത്? ഹാറൂൻ റഷീദ് പറഞ്ഞു, ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ കണ്ടത് 2 ചുമലിലും 2 സിംഹങ്ങൾ വാ പുലർത്തി നിൽക്കുന്നു.
ഞാൻ എന്തെങ്കിലും ഒന്ന് എതിരായി സംസാരിച്ചാൽ എന്നെ കടിച്ചു കീറുമെന്ന് എനിക്ക് പേടി തോന്നി. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ആ കൊണ്ടുപോകുന്ന ഖാദിമ്, നേരത്തെ കൊണ്ടുവന്നത് മൂപ്പര് തന്നെയാണ്. ആ ഖാദിമ് ഷാഫി മാമ തങ്ങളോട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളാ ചൊല്ലിയ ദിക്ർ എനിക്കൊന്ന് എഴുതി തരുമോ? എനിക്കത് പൂർണ്ണമായി ഇപ്പൊ കാണാനറിയില്ല. അതിൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവിടെയും അസീസും ഉണ്ട്, കണ്ടില്ലേ? ആ ആയത്തിലും അങ്ങനെ ആ ദിക്ർ എഴുതി കൊടുത്തു. പിന്നെ അടിമ പറയാണ്, രാജാവ് എന്നെ ഒരുപാട് തല്ലലുണ്ട്, എന്തെങ്കിലും ഒന്ന് പേച്ചൊരു 10 അടി ഒരു ദിവസം കിട്ടാത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. പക്ഷെ ഈ ദിക്ർ എനിക്ക് എഴുതി തന്ന് ഞാനത് കുപ്പായത്തിന്റെ കയ്യിൽ ചുരുട്ടി വെച്ചു. രാജാവ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞാൻ പതുക്കെ ഇവിടെ ഇങ്ങനെ ഒയ്യും. അപ്പോഴേക്ക് ആ ദേഷ്യം ഇല്ലാതാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് എന്റെ പുണ്യം? എന്നോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അടിക്കാൻ വേണ്ടി ഓങ്ങി വടിയെടുത്ത് വരികയാണെങ്കിൽ ഞാൻ പതുക്കെ ഇവിടെ ഇങ്ങനെ പിടിക്കും കൈകൊണ്ട്. രാജാവ് വിചാരിക്കും ഞാൻ ബഹുമാനത്തോടെ നിൽക്കാണെന്ന്. എനിക്ക് എഴുതി തന്ന ഉറുക്കായിട്ട് എനിക്ക് എഴുതി തന്ന ഈ ദിക്റില്ലേ, അതെന്റെ കൈക്കിന്റെ കപ്പിൽ ഞാൻ ചുരുട്ടി വെച്ചിട്ട് അതിങ്ങനെ അമർത്തി പിടിക്കാണ്. അപ്പോഴേക്ക് പ്രകോപിതനായ രാജാവ് അടങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ എനിക്ക് അടി കിട്ടിയിട്ടില്ല, എന്നെ മർദ്ദിച്ചിട്ടില്ല, വല്ലാത്ത കേൾക്കാൻ പറ്റാത്ത അനാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സഹോദരന്മാരെ, ദിക്ർ ചൊല്ലണം. തൻസീലുൽ അസീസുർ റഹീം, റഹീമായ റബ്ബ്, വലിയ കരുണാവാരിധിയായ റബ്ബ്, അവന്റെ വലിയ കാരുണ്യമാണ് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു തന്നത്. അവന്റെ വലിയ കാരുണ്യമാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. അവന്റെ വലിയ കാരുണ്യമാണ് അല്ലാഹു തആല സൂറത്ത് യാസീൻ തന്നത്. അതേ, ആ കരുണാവാരിധിയായ റബ്ബ്, അതാ അവൻ അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ. എന്തിനാണ് നബിയെ തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ തന്നത്? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു വിഭാഗത്തിന് തങ്ങൾ മുന്നറിയിപ്പ് നൽകണം, അവർക്ക് തങ്ങൾ താക്കീത് ചെയ്യണം, അവർക്ക് വിഷയങ്ങൾ ഊന്നി പഠിപ്പിച്ചു കൊടുക്കണം. മാ ഉൻദിറ ആബാഉഹും, അവരെങ്ങനത്തെവരാണ്? അവരെ പിതാക്കന്മാർക്കൊരു നദീർ വന്നിട്ടില്ല, അവരെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല. എന്തേ കാരണം? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം 33-ാമത്തെ വയസ്സിലാണല്ലോ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ടത്. ആ ഈസാ നബി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ട ശേഷം 5 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പൊ തങ്ങളിപ്പോ ജീവിക്കുന്ന സമൂഹത്തിലെ മക്കൾ, ആ മക്കളെ ഉപ്പമാര്, അവരെ പിതാക്കൾ, അവർക്കൊരു നദീറും വന്നിട്ടില്ല, മുന്നറിയിപ്പുകാര് വരാത്തത് കൊണ്ട് ഫഹും ഗാഫിലൂൻ, അവരന്തംഗമികളായി നടക്കുകയാണ്, ഗഫലമാരായി നടക്കുകയാണ്. നമ്മളെ കൂട്ടത്തിലും ആളുകൾക്ക് ഗഫലത്ത് പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ഈ ആയത്ത് പറഞ്ഞപ്പോൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ജമിയത്തുൽ ഗാഫിലീങ്ങളിൽ ചേർക്കാൻ പറ്റിയ ചില ആൾക്കാരുണ്ട്. എല്ലാ സംഗതികളോടും ഒരു ഗഫലത്ത്, മനസ്സിന് ഉണർവില്ലാത്ത അവസ്ഥക്കാണ് ഗഫലത്ത് എന്ന് പറയും. മനസ്സിന് ഉണർവുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ തിരിയും ചെയ്യും. അത് ചില സന്ദർഭങ്ങളിലൊക്കെ വരാറുണ്ട്. ഹദീസിലുണ്ടത് 3 സമയത്താണ് ഗഫലത്ത് കാര്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഞാനത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്ക്, നേരത്തെ ഒരു നബി വരാത്ത, അല്ലെങ്കിൽ തൊട്ടടുത്ത പിതാക്കന്മാർക്ക് പ്രബോധനം കിട്ടാത്ത ഒരു സമുദായം, അവരെത്രമാത്രം പേച്ചിട്ടുണ്ടാവും, എത്രമാത്രം അശ്രദ്ധയിലായിരിക്കും അവര്, എന്തെല്ലാം തോന്നിവാസത്തിലായിരിക്കും. അതുകൊണ്ടാണ് വൈകാനോ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, തങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ അവർ പിഴച്ച മാർഗത്തിലാണ്, എല്ലാ സംഗതികൾക്കും തെറ്റിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സമൂഹത്തെ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ട്, അവർക്ക് പ്രബോധനം നടത്തിയിട്ട്, ഖുർആൻ കൊണ്ട് അവരെ ഉത്ബോധനം നടത്തിയിട്ട് അവരെ നന്നാക്കാനാണ് നബിയേ. അസീസും റഹീമുമായ റബ്ബ്, കരുണാവാരിധിയും യോഗ്യവാനും
ശക്തനുമായ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ഖുർആനിലൂടെ തങ്ങൾ റസൂലാണെന്ന് അല്ലാഹു സമർത്ഥിച്ചു, ശരിയായ പാന്താവിലാണെന്ന് സമർത്ഥിച്ചു. ഇനി അതിലാർക്കും സംശയത്തിന് പഴുതില്ല. അതുകൊണ്ട് തങ്ങൾ പ്രബോധനം നടത്തണം, മുന്നറിയിപ്പ് നൽകണം. അതേ അന്തംഗമ്മികളായി നടക്കുന്ന ആളുകളോട്, മനസ്സ് ഉണർവില്ലാതെ കഥ എന്താണെന്ന് തിരിയാതെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, വൽ ഗഫ്ലത്തു ദഹാബുൽ മാനാ അനിൻ നഫ്സി, മനസ്സിന് കാര്യത്തെ പറ്റിയൊരു ബോധമില്ലാതിരിക്കുക, അതിനാണ് ഗഫ്ലത്ത് എന്ന് പറയാം. മറതി എന്ന് പറഞ്ഞാലോ ഇതിന്റെ നേരെതിരാണ്. ഓർമ്മയുള്ള കാര്യം പിന്നെ തീരെ കിട്ടാതിരിക്കുക, അതാണ് നിസ്യാൻ എന്ന് പറഞ്ഞാലും. അതേ സമയത്ത് ഗഫ്ലത്താണല്ലോ ആളുകൾക്ക് പിടിപെടുന്നത്. ഖുർആൻ ഓതുന്നവർക്കും ഗഫ്ലത്ത് കണ്ടിട്ടില്ലേ? മഹാന്മാര് പറഞ്ഞു, റുബ്ബാതാലിൻ യുഫവ്വിഹു ബിൽ ഖുർആനി വഹുവ യുഫ്ഗി ബിഹി ഇലൽ ഖിദ്ലാനി. വായ കൊണ്ട് തൊള്ള കൊണ്ട് മാത്രം ഖുർആൻ ഓതി ശ്രദ്ധക്കുറവിന്റെ പേരിൽ അപാകതകൾ സംഭവിച്ചു പോകുന്ന എത്രയെത്ര ആളുകളാണ്. ഗഫ്ലത്തിന്റെ പേരിൽ എത്രയെത്ര ആളുകൾക്കാണ് ഖുർആൻ ഓതിയിട്ട് എടങ്ങേറ് വന്നു പോകുന്നത്. കാരണം ഖുർആൻ ഓതുന്ന മനുഷ്യൻ നല്ല ഉണർവിലാകണം. നമുക്ക് സാധാരണ ഗഫ്ലത്ത് പിടിപെടാറുള്ളത് 3 സന്ദർഭങ്ങളിലാണ്. അതും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെയും ഒരു മുന്നറിയിപ്പ് നൽകാൻ. അൽ ഗഫ്ലത്തു ഫീ സലാസ്, 3 കാര്യത്തിലാണ് സാധാരണ ഗഫ്ലത്ത് പിടിപെടാറുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്, അൽ ഗഫ്ലത്തു അൻ ദിക്രില്ലാഹ്, ദിക്റിനെ തൊട്ട് അശ്രദ്ധ. അവിടെയാണ് ശരിക്കും ശ്രദ്ധ വേണ്ടത്. ദിക്റിന് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ ആള് നല്ല നന്ദിയുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹിസ്സലാം നല്ല നന്ദിയുള്ള അടിമയാണ്. എന്താ കാരണം? 3 സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ ദിക്ർ മറക്കാറില്ല. വസ്ത്രം ധരിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ തന്നെയാണ്. വസ്ത്രം ധരിച്ചതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, വെള്ളത്തിൽ കുടിച്ചു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഒരു ദിവസം എത്ര കുടിക്കുന്നു, എത്ര വട്ടം പറയുന്നു? ഒരു വട്ടം പറയുന്നുണ്ടാവും, 25 വട്ടം കുടിച്ചാൽ. അത് ഗഫ്ലത്ത് കൊണ്ടാണ് മറന്നു. അൽ ഗഫ്ലത്തു അൻ ദിക്രില്ലാഹ്. ദിക്ർ ചെല്ലുന്ന സദസ്സിലും കാണാം ചില ഗഫ്ലത്ത്. അതിനതൊരു സുഖമില്ലാതെ തോന്നുന്ന ആൾക്കാർക്ക്. പിന്നെ എന്തിനാ ഇരിക്കുന്നത്? പണ്ടെപ്പോഴോ കേട്ടൊരു വാതിലുണ്ട്, ഉമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും. അത് ഇഖൗമല്ലാതെ വേറെ ഖൗമാണ്. ദിക്ർ ചെല്ലുന്ന ആൾക്കാർ വലിയ മഹാന്മാരാ. അവരെ കൂടെ ഇരിക്കുന്ന ആളൊരു നിലക്കും പരാജയപ്പെട്ടു പോകൂല. അപ്പൊ നമ്മൾ കൂടെ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല, കൂടെ അങ്ങോട്ടൊക്കെയാലും അങ്ങോട്ടൊക്കെ കുഴപ്പമില്ല. അത് ഏതാ കൗമ്? അൽ ഖൗമ പുതിയ കൗമില്ലേ? ആ ഉമുൽ ഖൗമ് എന്ന് പറഞ്ഞ ആരാ? സ്വാലിഹീങ്ങളാണ്, മഹാന്മാരാണ്. അതേ കൽബറിഞ്ഞിട്ട് ദിക്ർ ചൊല്ലുന്ന മഹാന്മാർ. കൽബും ലിസാനും രണ്ടുമുണ്ടായിട്ട് ദിക്ർ ചൊല്ലുന്നവരെ കൂട്ടത്തിൽ നിങ്ങൾ ചൊല്ലണ്ട ഇരുന്നാ മതി. അവരെ കൂട്ടത്തിൽ നിങ്ങൾ കാറ്റ് തട്ടുന്ന രൂപത്തിലൊന്ന് ഇരുന്നാ തന്നെ മതി. അത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ദാക്കിര്യങ്ങളെ പറ്റിയാണ് അത് പറഞ്ഞത്. സഹോദരന്മാരെ, ഗഫലത്തിന്റെ ദിക്ർ ചൊല്ലുമ്പോ ഉറക്കം വരുന്നു. ദിക്റിന്റെ മജ്ലിസിൽ എങ്ങനെയാ ഉറക്കം വരുന്നത്? ഗഫലത്ത് കൊണ്ടാണ്. ഖുർആൻ ഓതുമ്പോ എങ്ങനെയാ ഉറക്കം വരുന്നത്? ഗഫലത്ത് കൊണ്ടാണ്. അപ്പൊ ആ ഗഫലത്ത് മാറ്റണം. വൽ ഗഫലത്തു ഫീമാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ തുലൂഇ ശംസി. രണ്ടാമത്തെ ഗഫലത്ത് ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ഗഫലത്ത്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ചില ആൾക്കാർ പെട്ടെന്ന് അറിയപ്പെടാണ്. ഇതിന് പണിക്കുന്നതിന് മുമ്പ് തണുപ്പത്ത് ചെറിയൊരു ഉറക്കെങ്കിലും ഉറങ്ങട്ടെ, എന്തൊരു സുഖ. എന്റെ പേര് ഗഫലത്ത്. രണ്ടാമത്തെ ഗഫലത്ത് ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയ്ക്ക്. അക്സറുന്നാസും ഗഫലത്തിലാണ്. അപ്പൊ ഉണർന്നു നിൽക്കുന്നവർ ശരിക്കും ഉണർവിലാണ്. ഉസ്താദുമാരൊക്കെ ആ സമയത്ത് നല്ല ദിക്ർ ചൊല്ലണം. മഹാന്മാരൊക്കെ ഏറെ ദിക്ർ ചൊല്ലി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട സമയമാണ് ആ സമയം. മദീനത്തെ പള്ളിയിൽ ദുഹാന്റെ സമയം വരെ വലിയ ഇൽമിന്റെ സദസ്സാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഗഫലത്തല്ല, ഇത് പറഞ്ഞ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചണല്ലോ എന്നുള്ള റായത്തോ, ഞാൻ നിസ്കരിച്ചണല്ലോ, എനിക്കതൊക്കെ മതിയല്ലോ, സുബൈന്റെ സുന്നത്ത് നിസ്കരിച്ചല്ലോ, കൂടുതലായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഉദിക്കും വരെ ഉറങ്ങ. അതൊരു ഗഫലത്തിന്റെ അവസ്ഥ തന്നെയാണ്. കുറെ ആൾക്കാർക്ക് അത് വരാൻ പാടില്ല. ഖാസത്തൻ മൂല്യമാർക്ക് വരാൻ പാടില്ല. പ്രത്യേകിച്ച് മൂല്യമാർക്ക് വെള്ളിയാഴ്ച തീരെ വരാൻ പാടില്ല.
പക്ഷെ വെള്ളിയാഴ്ച ഗഫലത്ത് കൂടാ, ഇന്നൊരു പണിയില്ല, ഇന്നൊരു പണിയില്ല എന്നാണ് വെള്ളിയാഴ്ചന്റെ പരിപാടി, ഇന്നൊരു പണിയില്ല. അന്നാണ് ഏറ്റവും വലിയ പണിയുള്ളത്. പക്ഷെ നമ്മളെ ഭാഷ എന്താ? ഇന്നൊരു പണിയില്ല. സഹോദരിമാര് വരെ അൽക്കഹഫ് സൂറത്ത് ശരിക്കും ഓതുമ്പോ നമ്മളെ ഭാഷ എന്താ? അൽക്കഹഫ്. അതുപോലെ ഓതിക്കോട്ടെ, ഒരു പള്ളിക്കൊന്നും ഏതായാലും വരുന്നില്ലല്ലോ. നമ്മൾ പള്ളിയിൽ പോയിട്ട് ഓതും, എന്നിട്ട് ഓതുണ്ടോ? പള്ളിയിൽ പോകുമ്പോ ഓതും, പോയിട്ട് ഓതും. എന്നിട്ട് അന്ന് അങ്ങനെ നിശ്ചയിച്ച് കിടന്ന പള്ളിയിലെത്തുന്നപ്പോഴാ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ കുത്തുബോധം സമയത്ത്. ആ സമയത്ത് ഗഫലത്ത് വരാൻ പാടില്ല, വല്ലാത്തൊരു ഗഫലത്ത് തന്നെയാണ്. മിക്ക ആൾക്കാരും ആ സമയത്ത് ഗഫലത്തിലാണ്, ശ്രദ്ധയിലാണ്. അള്ളാഹു നമ്മൾ ഉണർത്തി തീരുമാനാകട്ടെ. മൂന്നാമത്തെ ഒരു ഗഫലത്ത്, ദുനിയാവിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്, ദീനിന്റെ കാര്യത്തിൽ ഗഫലത്താണ്. ദീനിന്റെ വിഷയത്തിൽ അശ്രദ്ധ. അതേ 10ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ മുടക്കിപ്പോയി, മോനെ മോളെ SSLCയിൽ തോറ്റുപോകും മദ്രസയിൽ പോയാലെന്ന് രക്ഷിതാക്കൾ പറയുന്ന കാലമായി. ദീനിന്റെ വിഷയത്തിൽ ഗഫലത്താണ്. ചിലര് 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നിർത്തിപ്പോയി. കാരണം SSLCന്റെ ട്യൂഷൻ കൊണ്ട് മോനെ മദ്രസയിൽ പോയാൽ നടക്കൂല കേട്ടോ, ഖുർആനോത്തിന് ഇവന്റെ വകരു ട്യൂഷനില്ല. മദ്രസ പൊതുപരീക്ഷ 5ാം ക്ലാസ് 5ാം തരത്തിലും 7ാം തരത്തിലും ട്യൂഷനില്ല. ദീനിന്റെ കാര്യത്തിൽ അശ്രദ്ധയാ. മോനെ നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഗുളിക വാങ്ങാനുള്ള കാശ് തരണം, ചെലവ് നടത്താനുള്ള കാശ് തരണം. നിസ്കരിച്ചാലും ശരി, നിസ്കരിച്ചിട്ടില്ലെങ്കിലും ശരി, ഒന്നും പണിക്ക് പോകണം. വൈകുന്നേരം ആകുമ്പോ 200 രൂപ കൊണ്ടുതരണം. ഗഫലത്ത് തന്നെ. അതേ നിസ്കരിക്കുന്നവരെ പ്രത്യേകമായി പുതിയാപ്പളമാരായി തെരഞ്ഞെടുക്കാതെ അതാ ഏതെങ്കിലും സ്റ്റാറ്റസ്മാൻമാരെന്ന് കണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവനാണോ അല്ലേന്ന് നോട്ടമില്ല, കണ്ടുകുടിക്കുന്നവനാണോ അല്ലേ നോട്ടമില്ല, ഓന്റെ ദീനെങ്ങനെയെന്ന് നോട്ടമില്ല, ഓന്റെ തൊഴിലെന്താണ്, ഓന്റെ ഭൗതിക സിറ്റുവേഷൻ എന്താണ്, ഇത് മാത്രം നോക്കിയിട്ട് തെരഞ്ഞു പിടിക്കാറില്ലേ? ദീനിന്റെ വിഷയത്തിൽ വരുന്ന സർവാശ്രദ്ധയും ഇതിന്റെ ഭാഗമാണ് കേട്ടോ. ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, മക്കളിലും സമ്പത്തിലും നമ്മൾ ദീനിലാണ് കൂടുതൽ ആഗ്രഹം വേണ്ടത്. ദുനിയാവിൽ ആഗ്രഹം കൂടിയാൽ ഗഫലത്ത് കൂടി പോകും. സമ്പത്ത് അധികരിപ്പിക്കണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആ സമ്പത്തിന്റെ വിനിയോഗവും അതിന്റെ ആഗമനവും രണ്ടും എന്ത് ലക്ഷ്യം വെച്ചാ? ദീനി ലക്ഷ്യം വെച്ചാണ്, ദുനിയാവ് ലക്ഷ്യം വെച്ചല്ല. സന്താനങ്ങൾ അല്ലാഹു തആല തന്നതും ദീൻ ലക്ഷ്യം വെച്ചാണ്, ദുനിയാവ് ലക്ഷ്യം വെച്ചാകരുത്. അതുകൊണ്ട് ഗഫലത്തിൽ അന്തിയുറങ്ങുന്ന ഒരു സമുദായത്തെ ആ ഗഫലത്ത് മുഴുവനും മാറ്റിയിട്ട് നല്ലവരാക്കി വളർത്തിക്കൊണ്ടുവരാൻ അസീസും റഹീമുമായ റബ്ബ് തങ്ങൾക്ക് ഖുർആൻ തന്നിരിക്കുന്നു നബിയേ. ആ ഖുർആനാണ് നമ്മളെ മുന്നിലുള്ളത്. പിന്നെ നമ്മൾ ഗാഫിലീങ്ങളാകാൻ പാടില്ല. അള്ളാഹു നമ്മൾ ഗഫലത്തൊക്കെ നീക്കി തരട്ടെ.